ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരംഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ്ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തതോദയതേ വിവേകഃ. വിഗതസകലഭേദം സ്വപ്രകാശേന വേദ്യം ബഹിരപി ഹൃദി പൂർണ്ണം ശാന്തബോധസ്വഭാവം പ്രകൃതിവികൃതിഹീനം ബന്ധമുക്ത്യോർവിമുക്തം ഹൃദി കലയ സദൈവ ശുദ്ധബുദ്ധ്യാ ച ഭക്ത്യാ. ഹൃദി കലയ സദൈവ ശുദ്ധബുദ്ധ്യാ ച ഭക്ത്യാ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ. ഹരി ഓം തസ്. ഹരി ഓം തസ്. ജയ ഗുരു. നമുക്കിതാ ശ്ലോകം ചൊല്ലാം. മഹ്യനന്തമഹാംബോധൗ മയ്യനന്തമഹാംബോധൗ. എന്താ ഞാൻ ഓങ്കാരം ജപിക്കാൻ മറന്നു അല്ലേ? ആരും ഓർമ്മപ്പെടുത്തിയില്ലല്ലോ. ഒരാൾ മറക്കാം, എല്ലാവരും മറക്കാൻ പറ്റുമോ? നമുക്ക് ഓങ്കാരം ജപിക്കാം. കൂടുതൽ ശ്രദ്ധയോടുകൂടി എല്ലാം അറിവും പോട്ടെ, സമയത്തിനെല്ലാം ഓർമ്മ വരട്ടെ. കൈ കോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് വിഷമിക്കാത്ത തരത്തിൽ നിവർന്നിരുന്ന് വായും ഹൃദയവും രണ്ടും തുറന്നങ്ങോട്ട് ജപിക്കൂ എല്ലാവരും. ഇതാ ഓ പോരാ, ഉത്സാഹം പോരാ. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു. മയ്യനന്തമഹാംബോധൗ മയ്യനന്തമഹാംബോധൗ. ആശ്ചര്യം ജീവവിജയഃ ആശ്ചര്യം ജീവവിജയഃ. ഉദ്യന്തി ഘ്നന്തി ഖേലന്തി ഉദ്യന്തി ഘ്നന്തി ഖേലന്തി. പ്രവിശന്തി സ്വഭാവതഃ പ്രവിശന്തി സ്വഭാവതഃ. പ്രവിശന്തി സ്വഭാവതഃ. പ്രവിശന്തി സ്വഭാവതഃ. നമുക്കിനി രണ്ടാം അധ്യായത്തിൽ 17-ാം ശ്ലോകം മുതൽക്ക് ചൊല്ലാം.
ബോധമാത്രോഹമജ്ഞാനാത് ബോധമാത്രോഹമജ്ഞാനാത് ഉപാധിഃ കൽപ്പിതോ മയാ ഉപാധിഃ കൽപ്പിതോ മയാ. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, കൊണ്ടുവന്നിട്ടില്ലേ? ഏവം വിമർശതോ നിത്യം ഏവം വിമർശതോ നിത്യം നിർവികൽപേ സ്ഥിതിർമമ നിർവികൽപേ സ്ഥിതിർമമ. ന മേ ബന്ധോസ്തി മോക്ഷോ വാ ന മേ ബന്ധോസ്തി മോക്ഷോ വാ ഭ്രാന്തിശാന്താ നിരാശ്രയാ ഭ്രാന്തിശാന്താ നിരാശ്രയാ. അഹോ മയി സ്ഥിതം വിശ്വം അഹോ മയി സ്ഥിതം വിശ്വം വസ്തുതോ ന മയി സ്ഥിതം വസ്തുതോ ന മയി സ്ഥിതം സശരീരമിദം വിശ്വം സശരീരമിദം വിശ്വം ന കിഞ്ചിദിതി നിശ്ചിതം ന കിഞ്ചിദിതി നിശ്ചിതം ശുദ്ധചിന്മാത്ര ആത്മാ ച ശുദ്ധചിന്മാത്ര ആത്മാ ച തത്കസ്മിൻ കൽപ്പനാധുനാ തത്കസ്മിൻ കൽപ്പനാധുനാ ശരീരം സ്വർഗനരകൗ ശരീരം സ്വർഗനരകൗ ബന്ധമോക്ഷൗ ഭയം തഥാ ബന്ധമോക്ഷൗ ഭയം തഥാ. കൽപ്പനാമാത്രമേവൈതത് കൽപ്പനാമാത്രമേവൈതത് കിം മേ കാര്യം ചിദാത്മനഃ കിം മേ കാര്യം ചിദാത്മനഃ അഹോ ജനസമൂഹേപി അഹോ ജനസമൂഹേപി നദ്വൈതം പശ്യതോ മമ നദ്വൈതം പശ്യതോ മമ അരണ്യമിവ സംവൃത്തം അരണ്യമിവ സംവൃത്തം ക്വരതിം കരവാണ്യഹം. വരതിം കരവാണ്യഹം. ഇനി 22ാമത്തെ ശ്ലോകം. നാഹം ദേഹോ ന മേ ദേഹോ ജീവോ നാഹമഹം ഹിചിത് അയമേവ ഹി മേ ബന്ധഃ ആസീദ്യാ ജീവിതേ സ്പൃഹ. നാഹം ദേഹോ ന മേ ദേഹോ നാഹം ദേഹോ ന മേ ദേഹോ ജീവോ നാഹം അഹം ഹിചിത് ജീവോ നാഹം അഹം ഹിചിത് അയമേവ ഹി മേ ബന്ധഃ അയമേവ ഹി മേ ബന്ധഃ ആസീദ്യാ ജീവിതേ സ്പൃഹ. ആസീദ്യാ ജീവിതേ സ്പൃഹ. ഇന്നലെ എല്ലാവരും പറഞ്ഞ മാതിരി ആലോചിച്ച് കിടന്നുറങ്ങിയോ? ഉറങ്ങി എന്നുള്ളത് ശരിയാ. ഈ ആലോചനയോടുകൂടി അത് മനസ്സിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടാണോ ഉറങ്ങിയത് എന്നാണ് എൻ്റെ ചോദ്യം. അതിന് നിങ്ങളൊക്കെ ഒന്ന് തന്നെത്താനെ മറുപടി പറഞ്ഞോളൂ. നാഹം ദേഹോ നമേ ദേഹ. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ 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 അഹം 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 അതിനെക്കുറിച്ചാണ് ചർച്ച. നമുക്കിവിടെ സംശയമുള്ള യാതൊന്നുമില്ല. ഒരു ബിംബമോ ഒരു പടമോ എന്തെങ്കിലും വെച്ചാലും നമ്മൾ സങ്കല്പിക്കുന്നത് ഈ ബിംബം ശിവൻ്റെയാണ്, മഹാവിഷ്ണുവിൻ്റെയാണ് എന്നിങ്ങനെ പറയുക ചെയ്യുക. ഓരോ ക്ഷേത്രം ഓരോ ആളുടെ പേരിലാണ്. നമ്മൾ കാണുന്നത് കല്ലാണെങ്കിലും അതൊരു പ്രതീകമാണ്. ആ പ്രതീകം സൂചിപ്പിക്കുന്നത് ഏതോ ദൈവചൈതന്യത്തെയാണ് എന്നിങ്ങനെയാണല്ലോ പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. നാം പറഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമിരിക്കുന്ന ഞാൻ, ആ ഞാനെ പറ്റിയിട്ടാണ് ഇവിടെ വിവക്ഷ പ്രതിപാദനം മുഴുവനും. അപ്പോൾ നമ്മുടെ ചർച്ച സ്വല്പമെങ്കിലും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.
ഒരു പട്ടം പറപ്പിക്കുന്ന പോലെയല്ല. നാഹം ദേഹോ നമേ ദേഹ, ഞാൻ ദേഹമല്ല. നിങ്ങൾ സമ്മതിക്കണില്ലേ നിങ്ങൾ ദേഹമല്ല എന്ന്? ഓ, നിങ്ങൾക്കൊരു ദേഹമുണ്ടോ അതോ നിങ്ങൾ ദേഹമോ? ഞാനൊരു പെന്നെടുത്ത് എഴുതുന്ന സമയത്ത് ഞാൻ പെന്നാവുന്നുണ്ടോ? ഞാൻ നടക്കുമ്പോൾ കാലാവോ? ഞാൻ കാണുമ്പോൾ കണ്ണാവോ? കാണുന്ന സമയത്ത് കണ്ണ് വസ്തുവാവോ? ഇപ്പം പച്ചനിറം നോക്കി കണ്ണ് എന്ന് പറഞ്ഞ് കണ്ണ് പച്ചയാവുന്നുണ്ടോ? കണ്ണ് പച്ചയായാൽ പിന്നെ ചുവപ്പ് എങ്ങനെയാണ് കാണുക? കണ്ണ് നിറമില്ലാത്തൊരു കണ്ണാണ്. എല്ലാ നിറങ്ങളെയും വെളിപ്പെടുത്തണമെങ്കിൽ സ്വയം നിറരഹിതമാകണം അത്. അപ്പോൾ എനിക്കൊരു ദേഹമുണ്ട്, എനിക്കൊരു മനസ്സുണ്ട്, എനിക്കൊരു ബുദ്ധിയുണ്ട്, എനിക്കൊരു അഹങ്കാരമുണ്ട്, എനിക്കൊരു വീടുണ്ട്, കാറുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ഇങ്ങനെ പല സാധനങ്ങളും ഒരേ എനിക്ക് ഉണ്ടാവണമെങ്കിൽ ഈ ഞാൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാകണ്ടേ? എന്താ അവർ അവിടെ വരുമ്പോൾ മാത്രം ആകണമെങ്കിൽ അത് ഉറപ്പിച്ച് പറയൂ. അവിടെ പിന്നെ എന്തിനാ സംശയം? നമ്മൾ 1-ാം ക്ലാസ് മുതൽക്ക് പഠിച്ച് വന്നു. 5ഉം 3ഉം 6, 7, 8. കുറച്ച് കഴിഞ്ഞാലോ 5ഉം 3ഉം 8. ഒരു സംശയമില്ലാതെ പറയുന്നില്ലേ? ഒന്നും അറിയാത്ത കുട്ടിയല്ലേ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കണത്. ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പത് കുട്ടി ഏറ്റുമേടിച്ച് ബുദ്ധി വികസിക്കുന്നുണ്ടല്ലോ. അതേപോലെ ഈ അധ്യാത്മ ജീവിതത്തിലും ചവിട്ടുപടിയിൽ കയറി പോകുന്ന മാതിരി നാം അങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കണം. ഭക്തിയിലെ സോപാനമാണ് ഈ കാണുന്നത് മുഴുവനും. അത് കയറി തന്നെ വേണം. കയറി കഴിഞ്ഞാൽ ആ ചവിട്ടുപടി തന്നെ വിട്ടങ്ങോട്ട് മുകളിലേക്ക് കയറിയാലേ നമുക്കൊരു തലത്തിൽ പ്രവേശിച്ച് അവിടെ നമുക്ക് ഇഷ്ടമുള്ള വ്യവഹാരം ചെയ്യാൻ പറ്റുള്ളൂ. നാഹം ദേഹോ നമേ ദേഹ, എനിക്ക് ഞാൻ ദേഹമല്ല. ഇനി എനിക്കൊരു ദേഹമുണ്ടോ എന്ന് ചോദിച്ചാലോ അതുമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുമോ? എല്ലാവരും എന്നോടല്ല എല്ലാവരോടും പറയുന്നതാ, സ്വാമിജി ഞങ്ങൾ ഗൃഹസ്ഥന്മാരാ, ഞങ്ങളുടെ ഈ ഹോട്ടൽ പോണില്ല. ഞാൻ ചോദിക്കുക, എവിടെ ആർക്കാ ഹോട്ടലെന്ന്? നിങ്ങളുടെ ഈ മനസ്സ് ചക്കമുളഞ്ഞ് പോലെ ഒട്ടിപ്പിടിക്കുന്നതാ. മനസ്സെവിടെയാ? ഉള്ളിൽ. വസ്തുക്കളോ പുറത്ത്. ഈ ഉള്ളിലുള്ള മനസ്സ് പുറത്ത് പോയി വസ്തുവോട് കൂടി ഒട്ടി അതിനങ്ങോട്ട് പിടിച്ച് കിട്ടില്ല എന്നങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇനി ഈ വസ്തു പുറത്തുനിന്ന് ഇളകി നമ്മുടെ ഉള്ളിൽ വന്ന് ഒട്ടിപ്പിടിച്ചു, തള്ളിയാലും പോകണില്ല. സ്വാമിജി വരൂ ഇതാ ഒട്ടിക്കിടക്കണു. അങ്ങനെ എത്ര സാധനം നിങ്ങളുടെ ഉള്ളിൽ ഒട്ടി നിൽക്കും? അപ്പം മനസ്സെന്ന് പറഞ്ഞാൽ ആ മനസ്സിന് ഒട്ടലില്ല എന്നാണ് സത്യം. ആ ഇല്ലാത്ത ഒട്ടലിനെ നിങ്ങൾ സങ്കല്പിച്ച് എന്തിനു പറയുന്നു? ഇതിലധികം മൂഢത്വമോ മുട്ടാളത്വമോ ഉണ്ടോ? ഒന്ന് ആലോചിക്കുമപ്പാ. ആലോചനയ്ക്ക് വിധേയമാണ് ഈ മേഖല. ഞാനെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലാണ്, പുറത്തല്ല. ശരീരത്തിൽ നിന്ന് വിലക്ഷണവുമാണത്. ശരീരം പാഞ്ചഭൗതികമാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതും ഉണ്ടായതുമാണ്. അതിൽ മാറ്റർ, ദ്രവ്യം, എനർജി, ഊർജം, ഇത് രണ്ടുമാണ്. മനസ്സങ്ങനെ അല്ല. ഈ ദ്രവ്യോർജങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്ന വിലക്ഷണമായ മനസ്സ് ദ്രവ്യോർജങ്ങളിൽ ഒട്ടുകയാണെങ്കിൽ ഇപ്പോൾ ശരീരത്തിൽ ഒട്ടണമല്ലോ. ശരീരത്തിൽ ഒട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരാൾ ചാവില്ലല്ലോ. മനസ്സൊട്ടി പിടിച്ചാൽ പിന്നെ എങ്ങനെയാണ് ചാവുക? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് ആലോചിക്കണപ്പോൾ ആർക്കാ ഈ ഹോട്ടല്? എവിടെയാ ഈ ഹോട്ടല്? ഒരു പട്ടണത്തിൽ നോക്കുമ്പോൾ മനുഷ്യരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാവരും കണ്ണു തുറയ്ക്കണു. അവിടെ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾ എന്താ കണ്ണു തുറക്കണേ? ഇതാ എല്ലാവരും തുറയ്ക്കണം. അവസാനം അന്വേഷിച്ച് പിന്നാലെ ചെന്നപ്പോൾ ഒരു വെളുത്തേടൻ്റെ വീട്ടിൽ കഴുത മരിച്ചു എന്നുള്ളതാ സംഗതി. അതിന് വെളുത്തേടൻ കരയാൻ തുടങ്ങി, എല്ലാവരും കരയാൻ തുടങ്ങി. അത് പട്ടണത്തിലുള്ളവരെ മുഴുവൻ പിടിച്ചു, എല്ലാവരും കരച്ചിലാണ്. അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു കഴുത, അതും വയസ്സായത്, തിന്നാനൊന്നും പറ്റില്ല, അങ്ങനെ ഒരെണ്ണം അത് മരിച്ചു, ചെത്തുപോയി. ഇതാണ് നമ്മുടെ സ്ഥിതി. ഇതന്നെയാണ് നമ്മുടെ സ്ഥിതി. ഒരു വ്യത്യാസവും ഇല്ല.
എന്തിനാ? അതില്ല, ചോദ്യമില്ല. അന്വേഷിക്കൂ. മനസ്സൊട്ടുവോ? മനസ്സിലെന്തെങ്കിലും ചെന്നോട്ടുവോ? എത്ര വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്കുരിക്കുന്നു. ആ വിചാരങ്ങളൊക്കെ ഉയർന്ന മാതിരി താഴ്ന്നു പോകുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വിചാരം അതിൻ്റെ ആ എഫക്റ്റ് മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു വിചാരം വന്നാൽ വേറെ ഒന്ന് വന്നു, അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്ന് വന്നു. അങ്ങനെ ലക്ഷോപലക്ഷം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. മൈൻഡ് ബൈ ഇറ്റ്സ് വെരി നേച്ചർ ഈസ് അൺലൈക്ക് ദ ബോഡി, അൺലൈക്ക് മാറ്റർ, unlike energy. The entire world is a creation, is a resultant, is an outcome of matter and energy. In the matter energy world or creation, there is only one factor besides these two, which is in the nature of sentience. It is not material, nor is it energial in character. It is completely different from both. Because it is different from both, it cannot be attached to anything or detached from anything whatsoever. നമ്മുടെ വെള്ളം നമ്മൾ ടാപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിൽ ഉപയോഗിച്ച് വളച്ച് തിരിച്ച് ഷവർ കൂടി വിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തിന് എവിടെയെങ്കിലും ഒരു ഒട്ടലുണ്ടോ? എന്താ മിണ്ടാത്തെ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടാപ്പ് കൂടി വരുമോ? അത് ഒരു ടാപ്പ് കേടുവന്നു, വേറൊരെണ്ണം ഫിക്സ് ചെയ്തു, അത് അതിൻ്റെ പാട്ടിൽ പ്രവർത്തിച്ചു. അതുമാതിരി കാറ്റ് എത്ര ശരീരങ്ങളിൽ പ്രവേശിച്ച് എന്തൊക്കെയാ, ദുർഗന്ധമാണെങ്കിൽ ദുർഗന്ധം, സുഗന്ധമാണെങ്കിൽ സുഗന്ധം, എല്ലാം എടുത്തിങ്ങനെ കാറ്റ് വീശി 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 പോവാണ്. അതിൽ ഏതെങ്കിലും ഒരു മണത്തിനോട് അതിനൊട്ടലുണ്ടോ? ഉണ്ടോ? ഒന്ന് ഉറക്കെ പറയും. അപ്പം കാറ്റിനും വെള്ളത്തിനും ഇല്ലാത്ത ഒട്ടലാണോ ദ്രവ്യോർജ വിലക്ഷണമായിരിക്കുന്ന മനസ്സിനുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത്? ബുദ്ധി കൊണ്ട് പറയും അതിനുണ്ടാവുമെന്ന്. പിന്നെ ആർക്കാ ഈ ഒട്ടല്? ഒട്ടണില്ല. Nobody's mind is getting attached to or glued to any kind of an object association. It cannot, it will not, it does not, it has not. This is the truth about the consciousness that animates and activates the body. നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിച്ച് ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ആ ഉൾച്ചേതനയുടെ സ്വഭാവ വിശേഷമാണിത്. അതിന് ഒരു മാറ്റവും ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് എനിക്ക് ദേഹമില്ല, ഞാൻ ദേഹമല്ല, ജീവോനാഹം, ഞാൻ ജീവനുമല്ല. ഈ ജീവൻ എന്നുള്ള പേര് എവിടം കൊണ്ടാണ് വരുന്നത്? ഒരു ക്രിയാപദത്തിൽ നിന്നാണ് അത് വരുന്നത്. ജീവിക്കുന്നത് ജീവൻ, ജീവിക്കുന്നത് ജീവൻ. ഈ ജീവിക്കുക എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ശരീരമുണ്ടായതിന് ശേഷം അത് വീഴുന്നത് വരെയുള്ള ആ ദശയാണ് ജീവിതദശ എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ അങ്ങനെ പ്രത്യേകമായി ഒരു ജീവൻ ഈ ശരീരത്തിൽ പങ്കുവച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തിലൊരു ജീവൻ, എൻ്റെ ശരീരത്തിൽ വേറെ ഒന്ന്. അങ്ങനെ ജീവന്മാരെ പ്ലൂരാലിറ്റി ഓഫ് സോൾസ്, ഈസ് ഇറ്റ് എവർ പോസിബിൾ? Do we have a plurality of air? Do we have a plurality of akasha or space or sky? The self is supposed to be far subtler than even the space, so to say. Can that finest substance, if at all we can call it a substance, can it ever assume a personal becoming? എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ആകാശത്തിന് നമ്മുടെ ശരീരത്തിലും എല്ലാറ്റിലും പഞ്ചഭൂതങ്ങളിലും ചതുർഭൂതങ്ങളിലും വ്യാപിച്ചു കിടക്കണം. ആ ആകാശത്തിന് എപ്പോഴെങ്കിലും ഒരു വ്യക്തിത്വം, നാരായണൻ, കൃഷ്ണൻ, വല്യമ്മ, ചെറിയമ്മ അങ്ങനെ ഉണ്ടാവുമോ? എന്താ ഒരു മിണ്ടാത്തെ? ഒന്ന് പറയണപ്പാ. ആലോചിക്കാതെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? Can you ever think of a personality for space? Can you ever think of a personality for sentience? സർവവ്യാപകമായ ചൈതന്യവിശേഷത്തിന് എപ്പോഴെങ്കിലും ഒരു വ്യക്തിത്വം, ഒരു രൂപം, ഒരു ആകൃതി അതിനുണ്ടാവുമോ? ഉണ്ടാവില്ല. ജീവോനാഹം അഹം ഹിചിത്. അപ്പോൾ പിന്നെ ഞാൻ ആരാ? ദേഹമല്ല, എനിക്ക് ദേഹമില്ല, ഞാൻ ജീവനുമല്ല. അപ്പോൾ പിന്നെ ആരാ? അഹം ഹി ചിത്. ചിത്, ഞാൻ ചിത്താണ്.
സത്ത്, ചിത്ത്, ആനന്ദം എന്ന് 3 വാക്കാണ് നമുക്ക്. അതിൽ ചിത്ത് എന്ന് പറഞ്ഞാൽ അറിയുന്നതും അറിയിക്കുന്നതും, അറിയുന്നതും അറിയിക്കുന്നതും. ദാറ്റ് വിച്ച് നോസ് ആൻഡ് മേക്സ് വൺ നോ, ദാറ്റ് വിച്ച് നോസ് ആൻഡ് മേക്സ് വൺ നോ. ചിത്ത ചിത്ത എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? കോൺഷ്യസ്നെസ്. ഉണർവാണത്. ഉണർവ് എന്ന് പറഞ്ഞാൽ ഉണർത്തുന്നത്, ഉണർത്തുന്നത്, ഉണർത്തുന്നത് ഉണർവ്. ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോൾ ഞാനാണ് എണീക്കുന്നത്, എന്നെ ആരും എണീപ്പിക്കുന്നില്ല, ഞാൻ എണീക്കുന്നു. അപ്പം എനിക്ക് എണീക്കാനും പറ്റും, ഉറങ്ങാനും പറ്റും. ആ 2 ശക്തിയും 2 കഴിവും എനിക്കുണ്ട്. ആ ചിത്താണ് ഞാൻ. അയമേവ ഹിമേ ബന്ധ. അങ്ങനെ വന്നാൽ ഈ ബന്ധം ബന്ധം എല്ലാവരും പറയുന്നുണ്ടല്ലോ. എന്താണ് എൻ്റെ ബന്ധം? എനിക്കുള്ള ബന്ധം എന്തായിരുന്നു എന്നറിയോ? ആസീദ്യ ആസീദ്യ ജീവിതേ സ്പൃഹ. ജീവിക്കണം ജീവിക്കണം എന്നൊരു തോന്നൽ, അതിലൊരാശ. അതാണ് എൻ്റെ കുഴപ്പം. നിങ്ങൾ ആശയില്ലാതെ ജീവിച്ചു നോക്കൂ. എല്ലാ ദേവന്മാരും വന്ന് നിങ്ങളെ നമസ്കരിക്കും. അങ്ങനെ ഒരാൾ ഉണ്ടോപ്പാ? ഉണ്ടോ? ഒന്ന് കാണണല്ലോ. എന്താ നിങ്ങൾ പറയുന്നത്? നാം ജീവിക്കണം എന്ന് ആശിച്ചത് കൊണ്ടാണോ ജീവിക്കുന്നത്? അതോ ജീവിക്കുന്നത് കൊണ്ട് ആശിക്കുന്നുവോ? നമ്മൾ ആശിച്ചിട്ടാണ് നമ്മൾ ജനിച്ചേ? അമ്മയോ അച്ഛനോ വിചാരിച്ചിട്ടുണ്ടാവും എനിക്കൊരു കുട്ടി ഉണ്ടാവണമെന്ന്. അത് അവരുടെ ഏർപ്പാട്. നമ്മുടെ ഏർപ്പാടെന്താ? എന്താ നിങ്ങൾ വസ്തുത തുറന്നു കാണാതെ? ഈ ഇമ്മാച്ചി ഇമ്മാച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നിരിക്കുക. കാലം എത്രയായി? അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാന്നൊരു ഏർപ്പാടില്ല. Some kind of superstition or superstitious beliefs have been thrust upon us. We have imbibed them without any resistance, questioning or discrimination whatsoever. What is this? Today or tomorrow, the process of thinking should emanate from our system. What is meant by becoming an adult? An adult is one in whom adult responses are there, enlightened responses are there, discrete responses are there. നമുക്ക് പ്രായപൂർത്തി വന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വന്തമായി ചിന്തിക്കാനും സ്വന്തമായി അഭിലഷിക്കാനും സ്വന്തമായി പ്രവർത്തിക്കാനും ലക്ഷ്യം നേടിയെടുക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അന്നേ വരെ നാം നടത്തിപ്പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രായപൂർത്തി വന്നാൽ ഒരു വിശകലനം, ഒരു വിചിന്തനം, ഒരു പരിഗണന, ഒരു തത്വവിചാരച്ച മൂല്യനിരൂപണം ആവശ്യമാണ്. എൻ്റെ കൂട്ടരെ, നമ്മളാരും ഇത് ചെയ്യുന്നില്ല. അതാണ് നമുക്കുള്ള കുഴപ്പം. ഇന്നലെ വരെ നിങ്ങൾ പോയി വന്ന ആ ക്ഷേത്രം തന്നെ, ക്ഷേത്രപാലൻ തന്നെ പ്രായപൂർത്തി വന്നാൽ നമ്മൾ ഇത്ര നാളായിട്ട് ഇവിടെ വന്നു പോയില്ലോ, തൊഴുതില്ലോ, നമുക്ക് എന്നിട്ട് എന്താ ഗുണം കിട്ടിയത്? തൊഴുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെനിക്ക് കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ എന്താണ് കാരണം? ഞാൻ ആരെയാണ് ഈ തൊഴുന്നത്? ഇവിടെ ഒരു കല്ലാണ് പ്രതിഷ്ഠിച്ചത് എങ്കിലും ആ കല്ല് അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ആ കല്ല് പ്രതിനിധാനം ചെയ്യുന്ന പരമപ്രഭാവം എന്തോ ആ പ്രഭാവത്തിന് ഉദ്ദേശിച്ചാണ് നമ്മൾ കല്ലിൻ്റെ മുൻപിൽ നമസ്കരിക്കുന്നത്. അപ്പം അന്നെങ്കിലും ആലോചിക്കണ്ടേ, ഈ കല്ല് പ്രതിനിധാനം ചെയ്യുന്ന പരമപ്രഭാവം എന്താണത്? ഞാൻ എവിടെ വരുന്നത്? കല്ലിന് നമസ്കരിച്ച് പോവാനാണോ, തൊഴുതു പോവാനാണോ? അല്ല, കല്ലിന് ഞാൻ ചെയ്യുന്നത് പരമപ്രഭാവത്തെ ഓർത്താണ്. അപ്പം കല്ലിൽ നിന്ന് എൻ്റെ ചിന്ത ഉയർന്ന് വളർന്ന് വികസിച്ച് ആ പരമപ്രഭാവം എന്ന് പറയുന്നിടത്തേക്ക് എത്തണമോ വേണ്ടയോ? ഞാൻ എന്ന് പറഞ്ഞ് എത്ര കാലമായി? എന്ത് പറയുമ്പോഴും ആ പറയുന്നതിനൊരർത്ഥം വേണം. നീ എന്ന് പറയുമ്പോൾ എനിക്കറിയാം ആരെയാ ചൂണ്ടണത് എന്ന്. ഞാൻ എന്ന് പറയുന്ന വാക്ക് എന്താ, ഏതാ, ആരെ ഉദ്ദേശിച്ച, ആരാ അത് പറയാൻ? 18 കൊല്ലം ഞാൻ ആലോചിച്ചില്ല, അതുകൊണ്ട് 19ാമത്തെ കൊല്ലവും ആലോചിക്കേണ്ടെന്നുണ്ടോ? പരീക്ഷയിൽ തോറ്റാ കുട്ടികൾ എന്താ ചെയ്യുക? തോറ്റു, ഇനി ഞാൻ തോറ്റു എന്ന് പറയല്ലോ, 2ാമത് പോവും, പാസ്സാവും. ഇതിൽ മാത്രം ഒരു പരീക്ഷയും ഒരു തോൽവിയും ഒരു ജയവും ഒന്നുമില്ലയെന്നോ? അതെങ്ങനെയാത്? ഒരാൾക്ക് തന്നെ രണ്ടളവ് അത് സാധിക്കോ? ആസേദ്യ ജീവിതേ സ്പൃഹ. ജീവിക്കുന്നതിൽ ഞാൻ ആശിച്ചു പോയി.
അതാണ് എനിക്കുള്ള ബന്ധനം. ആശ പുറപ്പെട്ടത് എൻ്റെ മനസ്സിൽ നിന്നാണ്. അപ്പം മനസ്സാണ് ഈ ബന്ധനമുണ്ടാക്കുന്നത്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മൈൻഡ് അലോൺ ഈസ് ദ സുപ്രീം കോസ് ഓഫ് ഓൾ ബോണ്ടേജ് ആൻഡ് ഓൾ ലിബറേഷൻ. മനസ്സ് തന്നെയാണ് കാരണം ബന്ധനത്തിനും മോക്ഷത്തിനും. ബന്ധനവും മോക്ഷവും മനസ്സും ബുദ്ധിയും രചിക്കുന്നതാണ്. മനസ്സും ബുദ്ധിയും രചിക്കുന്നതാണ്. അത് വിട്ടൊരു ബന്ധനമില്ല, അത് വിട്ടൊരു മോക്ഷവുമില്ല. നമ്മൾ ഭാരം ചുമക്കണം. എന്താണ് ആ ഭാരത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ താഴത്തിടുക, അല്ലെങ്കിൽ താഴത്ത് വയ്ക്കുക. ആ ബന്ധനത്തിനെ അങ്ങോട്ട് വിടുക. കാര്യം മനസ്സിലാക്കി എന്നെ ബന്ധിക്കുന്നതായ ഒന്നുമില്ല, എന്നിൽ ബന്ധനം വരില്ല. വെളിച്ചത്തിൽ ഇരുട്ട് പാഞ്ഞു കയറുമോ? എന്താ ഉണ്ടാക്കുക? ഇരുട്ട് പാഞ്ഞങ്ങോട്ട് കയറിയത്രേ. എവിടെ? വെളിച്ചത്തിലേ. ഇതെന്ത് ഗ്രഹപ്പഴ? അപ്പം will darkness penetrate light? Can darkness do anything whatsoever to light? In the same manner, I am pure sentience. That sentience cannot be acted upon in any manner whatsoever by any kind of material or energial formation or entity. ഒരിക്കലും സാധിക്കില്ല അതിന്. അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പം ജീവിതത്തിൽ സ്പൃഹ ആവശ്യമില്ല. നമ്മുടെ ചുറ്റും മരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, ചെടികളുണ്ട്. മാവ് എല്ലാ കൊല്ലവും കായ്ക്കണു, അതാത് സീസണിൽ. ചക്കയുമുണ്ട്. ഭൂമി ചുറ്റിത്തിരിയണു. ഒരു ദിവസമെങ്കിലും ഒരു സെക്കൻഡിന് വ്യത്യാസമില്ല. അത് സ്വയം അച്ചുതണ്ടിൽ കിടന്ന് ചുറ്റണു. ഭൂമിയെ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കണു. എത്ര കൊല്ലമായി, എത്ര കാലമായി? ആശിച്ചിട്ടാണോ ഭൂമി അത് ചെയ്യുന്നത്? മരങ്ങളും വൃക്ഷങ്ങളും ആശ കൊണ്ടാണോ ഫലിക്കുന്നത്? എന്താ മിണ്ടാത്ത? ഈ മനുഷ്യക്കുറങ്ങിന് മാത്രം എന്താ അങ്ങനെ ഒരു വിചാരം? ആശയുള്ള ജീവിതമോ ശരി, അതോ ആശയില്ലാത്ത ജീവിതമോ ശരി? ഒരു കെട്ടിടം വേണം ആശയ്ക്ക്. ഒരു കെട്ടിടം വേണം, കെട്ടിടം വേണം. പൂവും കൊണ്ടിടും. കെട്ടിടം ഉണ്ടാവുമോ? കെട്ടിടം ഉണ്ടാവണമെങ്കിൽ അതിന് കയ്യിൽ വിഭവങ്ങൾ വേണം. പണിക്കാരെ വിളിക്കണം, ആർക്കിടെക്റ്റിനെ എടുത്ത് പോകണം, പ്ലാൻ ഉണ്ടാക്കണം, സ്ട്രക്ചറൽ എൻജിനീയറെ ഒന്ന് വേണമെങ്കിൽ കൺസൾട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടോ പണി തുടങ്ങണം, കോൺട്രാക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ സ്വയം പണിയിപ്പിക്കണം. അപ്പോൾ ഈ ആശിച്ചത് കൊണ്ട് ഇവിടെ എന്തുണ്ടായി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഗ്രോത്ത് റേറ്റ് പോരാ, അല്ലെങ്കിൽ അധികമാണെന്ന് പറഞ്ഞ് ബഹളവും കൂട്ടുന്നുണ്ട്. അത് കൂട്ടിയത് കൊണ്ട് ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുമോ? അതിനുവേണ്ടി പരിശ്രമിക്കണ്ടേ? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടണ്ടേ? നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. കയ്യിലുള്ള പണം നിക്ഷേപിച്ചാലേ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പണം കയ്യിൽ വെച്ചതുകൊണ്ട് പോരാ, അത് നിക്ഷേപിക്കണം. ആ നിക്ഷേപത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം. അത് വസ്തുക്കളായാലും സേവനങ്ങളായാലും കൊള്ളാം. കയ്യിൽ പണം അങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കരുത്. 10 റുപ്യയും കൂടി അധികം വയ്ക്കരുത്. അത്യാവശ്യം ചിലവിന് വെച്ചാൽ പിന്നെ ബാങ്കിൽ കൊണ്ടിടൂ. അതിങ്ങനെ സഞ്ചരിക്കട്ടെ. എവിടുന്ന് വന്നു? ഇന്ത്യയിലിപ്പോൾ 13 ചില്ലാനം ലക്ഷം കോടി ഉറുപ്പിക എവിടുന്ന് വന്നു? നമ്മുടെ നാഷണൽ ബഡ്ജറ്റ് എത്രയാ? 5-6 ലക്ഷം കോടിയാണ്. അതിൻ്റെ ഇടയിൽ എവിടുന്ന് വന്നു അപ്പാ? ഏത് തുരപ്പൻ്റെ അടുത്തു നിന്നാണ് ഇത് വന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പണം സർക്കുലേറ്റ് ചെയ്യാനങ്ങോട്ട് വിട്ടാൽ, ഇന്ന് വിട്ടതിന് പകരം 10 കൊല്ലം മുൻപ് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ പ്രോഗ്രസ് ഇതൊന്നുമല്ല. എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? ആശിച്ചത് കൊണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇന്ത്യ നന്നാവണം. അവിടെ ഒരു പൂജയും ചെയ്യാം. നന്നാവണമെങ്കിൽ പരിശ്രമിക്കണം. കർമ്മതന്ത്രിതമാണ് ഈ ലോകം. പ്രവർത്തിക്കാതെ അരനിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല നമ്മുടെ ഈ ലോകത്തിൽ. അപ്പം ഞാൻ ആശിച്ചു എന്നുള്ളതാണ് എനിക്ക് തെറ്റ്. ശരിയായിട്ടുള്ള മനോഭാവം ജീവിതത്തിനെയും മരണത്തിനെയും പറ്റി എന്താ? ശ്രീമദ് ഭാഗവതം 7-ാം സ്കന്ധത്തിൽ 13-ാം അധ്യായത്തിൽ 6-ാം ശ്ലോകം നാരദ മഹർഷിയും യുധിഷ്ഠിരനുമായിട്ടുള്ള ഒരു സംവാദമാണത്. അതിൽ നമ്മുടെ ധർമ്മകാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പറയാണ്, ആവശ്യത്തിലേറെ ആര് കയ്യിൽ വയ്ക്കണോ അയാളെ കള്ളനെ പോലെ കണക്കാക്കി ശിക്ഷിക്കണമെന്ന്. നമ്മുടെ ദേവസ്വങ്ങളടക്കം എന്താ ചെയ്യണത്? ആവശ്യത്തിലേറെ പണം പൂത്ത് വെച്ചുകൊണ്ടിരിക്കുക. ടൺ കണക്കിന് സ്വർണ്ണമാണ് ചില ദേവസ്വത്തിൽ. ഇത് ആർക്കാന്ന് എനിക്ക് അറിയണില്ല.
ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ എത്ര ചാർത്താം? അത്യാവശ്യത്തിന് 1 കിലോ 1.5 കിലോ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 500 ഗ്രാം സ്വർണം വയ്ക്കുക. ബാക്കിയുള്ളത് മുഴുവൻ, ബാക്കി കായ്ക്കൊലകളും തേങ്ങയും എന്താ ചെയ്യണേ? കൊടുക്കണു. അതുമാതിരി സ്വർണവും ഒന്നിലോ കൊടുക്കുക. അല്ലാത്ത തരത്തിൽ സർക്കാരിനോട് പറയുക, നിങ്ങൾക്ക് ഞങ്ങൾ ഈ സ്വർണം തരാം, ഉപയോഗിച്ചോളൂ, 5 or 10 കൊല്ലം കഴിഞ്ഞ് അതിന് പലിശയടക്കം തിരിച്ചു തരൂ, അല്ലെങ്കിൽ തിരിച്ച് സ്വർണം തരൂ എന്ന് പറഞ്ഞാൽ സർക്കാർ എടുക്കുമല്ലോ. ഈ സർക്കാർ വിട്ടിട്ട് നമുക്കൊരു സുരക്ഷിതത്വം എന്താ? അവരുടെ സ്വാതന്ത്ര്യത്തിലും പരിരക്ഷണത്തിലും അല്ലേ നമ്മൾ നടക്കണത്, നീങ്ങണത്, അന്തി ഉറങ്ങുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിനപ്പ. നമ്മളുണ്ടാക്കിയ ക്ഷേത്രം, നമ്മൾ നടത്തുന്ന വഴിപാട്, അതുമൂലമുള്ള സ്വർണം, ആ സ്വർണമൊക്കെ നമ്മുടെയല്ല, ഭഗവാന്റെയാണ്. ഭഗവത് സമർപ്പണമാണ്. ഭഗവാൻ ഒരു സാധനവും നമ്മുടെ അടുത്തുനിന്ന് ആവശ്യമില്ല. അദ്ദേഹം സ്വയം തൃപ്തനാണ്, സ്വയം തൃപ്തനാണ്. നിജലാഭപൂർണ എന്നാണ് പ്രഹ്ലാദൻ വിവരിക്കുന്നത്. അങ്ങ് നിജലാഭപൂർണനാണ്. തന്നെക്കൊണ്ട് തന്നെ താൻ തൃപ്തനാണ്. എനിക്ക് ഒരു തരി അരിയോ ചോറോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ട, ഒരു തുള്ളി വെള്ളം നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ട. ഞാൻ ആപ്തകാമനാണ്, എനിക്ക് ഒന്നും വേണ്ട. ആ ആൾക്ക് നമ്മൾ പിന്നെ പൂജ നൽകുമ്പോൾ ആ പൂജയ്ക്ക് എന്താ അർത്ഥം? അദ്ദേഹത്തിൻ്റെ നിജലാഭപൂർണത്വം നാം സമ്മതിക്കാത്തത് കൊണ്ടാണ്. സമ്മതിച്ചോ? നിജലാഭപൂർണത്വം സമ്മതിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കിയതാ. കഴിക്കൂ കഴിക്കൂ കഴിക്കൂ. ഏതെങ്കിലും ഒരു ദിവസം കഴിച്ചാൽ പിന്നെ നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കില്ല. അത് കിട്ടിയാൽ അവിടെ എടുക്കാനുള്ളവർ കാത്തിരിക്കണു. ഗുരുവായൂരിലത് ഒരു ദിവസം കിട്ടിയില്ല. ഉപ്പുമാങ്ങ തരാം ഉണ്ണു ദേവരേ ദേവരേ എന്ന് പറഞ്ഞ് ഉണ്ണിച്ചു. പുറത്ത് വെറും പാത്രം വന്നപ്പോൾ അടി കിട്ടി. ഉണ്ണിക്ക് അടിച്ചു. നീ എന്താടാ ഇത് മുഴുവനും ഉണ്ടത്, അതിന് അവകാശികളുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അടിച്ച് ബഹളം കൂട്ടിയപ്പോഴാണ് ഉണ്ടത് ഞാനാ എന്നൊരു വാക്ക് അവിടുന്ന് വന്നത്. വലിയ അപകടാപ്പാ ഉണ്ണുകയാണെങ്കിൽ. വലിയ നമ്മൾ കൊടുത്തത് മുഴുവൻ കഴിച്ചാൽ അദ്ദേഹത്തിന് ഡിസെൻട്രി എന്നും ഉണ്ടാവും. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിനപ്പാ. നിജലാഭപൂർണോ, നിജലാഭപൂർണനാണ്. അപ്പോൾ നമുക്ക് എന്തു വേണം എന്ന് ആലോചിച്ചാൽ ജീവിതത്തിനെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു വീക്ഷണം എന്താ അത് പറയാണ്. മറ്റേത് ഞാൻ പറഞ്ഞത് ആ ഉപദേശത്തിൽ നാരദ മഹർഷി പറയണു, തനിക്ക് ആവശ്യത്തിലേറെ ആരെങ്കിലും ഹോർഡ് ചെയ്ത് പൂത്തിവെച്ച് സൂക്ഷിച്ചാൽ ആ ആളെ കള്ളനെ പോലെ കണക്കാക്കി ശിക്ഷിക്കണമെന്ന്. അപ്പോൾ ഗുരുവായൂരിൽ ബാക്കി പല നമ്മുടെ ദേവസ്വങ്ങളുണ്ടല്ലോ, ഇത് മുഴുവൻ സർക്കാരിൻ്റെ പ്രതിനിധികളോ അവർ നിയമിച്ചിട്ടുള്ള ആൾക്കാരോ ആണ് ഭരിക്കുന്നത്. ഒരു പൊതുഭരണമാണത്. ആ പൊതുഭരണത്തിൽ ഇത്രയധികം സാധനങ്ങൾ ഈട്ടം കൂട്ടി വയ്ക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പേരിൽ അവരൊക്കെ ശിക്ഷാർഹരല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കൂ. ഒന്ന് ചോദിക്കണപ്പ. നാം മൂഢന്മാരാവരുത്. എന്നിട്ട് ആരെങ്കിലും കോടതിയിൽ ഒരു കടലാസും കൊണ്ട് കൊടുക്കും, എന്നിട്ട് അവിടെ ചെന്നിട്ട് ചിപ്പി ചിപ്പി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. നമുക്ക് ചിന്തിക്കാൻ ഇവിടെ ശാസ്ത്രങ്ങളുണ്ട്, അറിവുള്ളവരുമുണ്ട്, തീരെ ഇല്ലാതെ ആയിട്ടില്ല. അപ്പം ശിക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടവരാ. എന്താ കാരണം? ആവശ്യത്തിലധികം പൂത്തി വയ്ക്കണു. എന്താ ആവശ്യം? ഭഗവാന് വേണോ ഈ സ്വർണം? ഭക്തന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ ആർക്കത് ആവോ? എല്ലാവരും വെച്ചു, ഞാൻ വെച്ചു. ഇത് കഴുതചെത്ത് കരഞ്ഞ കരച്ചിൽ പട്ടണം വരെ തലസ്ഥാനം വരെ എത്തിയ പോലെയാ. വിഗ്രഹത്തിനെ എടുത്ത് പൊളിച്ചു മാറ്റാം, അതിൽ വല്ല കൃമികീടങ്ങൾ ഉണ്ടോ എന്ന് നോക്കി പുനഃപ്രതിഷ്ഠ നടത്താം. അതേ സമയത്ത് ആ വിഗ്രഹത്തിനെ ചൊല്ലി വന്ന വിഭവങ്ങളും സമർപ്പണങ്ങളും സൂക്ഷിച്ചിട്ടുള്ള കലവറ തുറക്കരുത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു കണ്ണ് വെണ്ണ, ഇനിയൊരു കണ്ണ് ചുണ്ണാമ്പ്. ആ ബിംബത്തിനെ എടുത്ത് പരിശോധിച്ച് അതിനെ നവീകരിച്ച് പ്രതിഷ്ഠിക്കാനുള്ള അവകാശവും ആവശ്യവും തന്ത്രിക്കുണ്ട്. എന്നാൽ ആ ബിംബത്തിനെ ചൊല്ലി വന്ന വിഭവങ്ങൾ പൂത്തിവെച്ചിട്ടുള്ള ആ സ്റ്റോർ റൂമിൻ്റെ താക്കോല് തുറക്കരുത്. അത് തുറന്നാൽ ബിംബം പെരടു വീഴും. ഇതാണ് നമ്മുടെ ഭക്തശ്രേഷ്ഠന്മാർ പറയുന്നത്. ഈ വങ്കത്തരം ആര് കേൾക്കും?
ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കുന്ന കാലത്ത് ദീപസ്തംഭമാണ്, അത് തൊട്ടു പോവരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം കൂട്ടാക്കിയില്ല. നിയമപ്രകാരം ഞാനിതാ പറയണു, ആ ദീപസ്തംഭം പൊളിച്ചെടുത്ത് പരിശോധിക്കണം. ഇവിടെ മതഭരണം എന്നൊരു ഭരണമില്ല. ഇവിടെ ഭരണഘടനാ ഭരണമേ ഉള്ളൂ. ക്ഷേത്രത്തിൽ നടക്കുന്ന മന്ത്രതന്ത്രാദികൾ ദിവ്യമാണെന്ന് സമ്മതിച്ചാലും അവിടെ നടക്കുന്ന ഭരണ സംവിധാനം സെക്കുലറാണ്, ലൗകികമാണ്. അത് നിയമത്തിന് വിധേയമാണ്, ഭരണഘടനയ്ക്ക് വിധേയമാണെന്ന് നമ്മുടെ ഹൈക്കോർട്ട് വരെ വിധിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തു പറയണു അപ്പാ? തൊട്ടതക്ക ദിവ്യം, തൊട്ടതക്ക ദിവ്യം. എന്ത് ദിവ്യ? ഗുരുവായൂരിൽ എന്ത് സൗകര്യങ്ങളാണുള്ളത്? എത്രയൊക്കെ ട്രാഫിക് ജാമും എന്തൊക്കെയാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യർക്ക് വേണ്ട സേവനങ്ങൾ നൽകുക, അതിനാണ് പ്രധാനം. ഉള്ള പണം മുഴുവൻ നിങ്ങളതിന് ചെലവ് ചെയ്താലും വിരോധമില്ല. ഭഗവാന് പഞ്ഞമില്ല, പഞ്ഞം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം ജീവിതത്തിൽ ഒരു തരത്തിലും നമ്മളൊക്കെ ആശ വേണ്ട. ആശിച്ചല്ല മരങ്ങളും വള്ളികളും പുഴകൾ ഒഴുകുന്നതും പശു കറക്കുന്നതും ഭൂമി ഭ്രമണം ചെയ്യുന്നതും ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതും പക്ഷങ്ങളും മാസങ്ങളും വന്ന് പോകുന്നതും എല്ലാം ആശിച്ചിട്ടല്ല. ആ ഭൂമി ആശിക്കാതിരിക്കെ ഭൂസന്താനമായ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ആശിക്കേ ഇല്ല, പാടില്ല, വേണ്ട. നിങ്ങൾ ആലോചിച്ച് പ്രവർത്തിച്ചാൽ മതി. വിവേകത്തോടു കൂടി പ്രവർത്തിക്കൂ. എന്തിനു പ്രവർത്തിക്കണമെന്ന് ആലോചിക്കണം, ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കണം. അതിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം അടങ്ങുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അങ്ങനെ ചെയ്യുകയാണ് നമുക്കിവിടെ ആവശ്യം, വേറെ ഒരു തരത്തിലും വേണ്ട. അപ്പോൾ പറയാണ്, നാഭിനന്ദേ ധ്രുവം മൃത്യും അധ്രുവം വാപി ജീവിതം കാലം പരം പ്രതീക്ഷേത ഭൂതാനാം പ്രഭവാപ്യയം. കേൾക്കണുണ്ടോപ്പാ? ഞാനിതൊക്കെ വായിക്കുമ്പോഴും പറയുമ്പോഴും എന്താ എൻ്റെ മനസ്സിൽ തോന്നണേന്നറിയോ? മധുര മധുരം, മധുര മധുരം, സുന്ദര സുന്ദരം, സുന്ദര സുന്ദരം. Whenever I read or come to know about verses of this kind, I always have the feeling and experience of an immensity of bliss. How revealing, how wonderful, how educative, how elevational, how expansive, how redeeming, how reassuring. നമ്മുടെ മനസ്സ് മാത്രം മതി നമ്മുടെ നിറയ്ക്കാനും കവിഞ്ഞൊഴുകിക്കാനും. നാഭിനന്ദേ ധ്രുവം മൃത്യും, മരണം സുനിശ്ചിതമാണ്. സുനിശ്ചിതമായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വേണമെന്ന് വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ മിണ്ടാത്തെ? നിങ്ങളിപ്പോൾ എല്ലാവരും കൂടി നമുക്കൊരു കൂട്ടം മൃത്യുഞ്ജയ ഹോമം നടത്തുക, എന്നാൽ മരിക്കാതെ ഇരിക്കുമോ? മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. ജനിച്ചു കഴിഞ്ഞാൽ ജാതകത്തിൽ ഒരെഴുത്തേ ശരിയാവൂ. ഈ ജനിച്ച ശിശു കുറച്ചു കാലം കഴിഞ്ഞാൽ മരിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ മാറ്റാവുന്നതും പിഴയ്ക്കാവുന്നതുമാണ്. ഇത് മാത്രം പിഴവില്ല. അപ്പം എന്താ ഇവിടെ പറയുന്നത്? നാഭിനന്ദേ ധ്രുവം മൃത്യും, മൃത്യുവിനെ അഭിനന്ദിക്കരുത്. എന്താ? അത് സുനിശ്ചിതമാണ്. അധ്രുവം വാസ്യ ജീവിതം, ഈ ദേഹത്തിൻ്റെ ജീവിതദശയോ അതിനെക്കുറിച്ചും നിങ്ങൾക്ക് ആശ വേണ്ട. എന്താ കാരണം? അത് അധ്രുവമാണ്, അനിശ്ചിതമാണ്. അതിലെന്താ നിങ്ങൾ ആശിക്കുക? അടുത്ത ഊണ് എവിടെയാ? അടുത്ത കാല് നമ്മൾ വയ്ക്കുമോ അടി? നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തോ വിഷാംശങ്ങൾ വളരെയധികമുണ്ട്. നമ്മുടെ ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. ആ ഭക്ഷണത്തിലുള്ള വിഷാംശം കൊണ്ട് ശരീരത്തിൻ്റെ ആയുസ് കുറഞ്ഞു വരിക. അധ്രുവം വാപി ജീവിതം, ഈ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും എത്ര ഇൻഷുറൻസ് എടുത്താലും അതിലൊരു ഇൻഡെഫിനിറ്റ്നെസ് ഈസ് ഇംപ്ലൈഡ് ത്രൂ ഔട്ട് ലൈഫ്. ഡെത്ത് ഈസ് ഡെഫിനിറ്റ്, സോ ഡോണ്ട് ആസ്പയർ ഫോർ ഇറ്റ്. ലൈഫ് ഈസ് ഇൻഡെഫിനിറ്റ്, ഇറ്റ് ഡസ് നോട്ട് വർത്ത് ആസ്പയറിങ് ഫോർ. നാഭിനന്ദേ ധ്രുവം മൃത്യും അധ്രുവം വാപി ജീവിതം. പിന്നെ എന്താ ചെയ്യുക? കാലം പരം പ്രതീക്ഷേത ഭൂതാനാം പ്രഭവാപ്യയം. കാലത്തിൻ്റെ പോക്കിലാണ്.
ഈ ഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്? ആ ഗ്രഹങ്ങൾ നശിക്കുന്നതും ഇല്ലാതെയാവുന്നതും കാലത്തിൻ്റെ പ്രയാണത്തിലാണ്. അതുകൊണ്ട് കാലം പരം പ്രതീക്ഷേത, കാലത്തിൻ്റെ വികൃതിയും രചനയുമാണ് ഈ കാണുന്നത് മുഴുവൻ എന്ന് വിചാരിച്ച് ആ കാലത്തിനനുസരിച്ച് അങ്ങോട്ട് നീങ്ങിക്കോളൂ. വെളുപ്പാങ്കാലത്ത് എണീക്കൂ, വിളക്കൊന്ന് കൊളുത്തൂ, നമസ്കരിക്കൂ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. വൈകുന്നേരം വിളക്കൊന്ന് കൊളുത്തു, പുറത്തേക്കൊക്കെ ഒന്ന് വന്ന് 4 ദിശയ്ക്ക് ഒന്ന് കാണിക്കുക, പോവുക, ഒന്ന് നമസ്കരിക്കുക. ദിവസം മുഴുവനും നമുക്ക് തിരക്കാണ്. അപ്പോൾ തിരക്ക് തുടങ്ങുന്നതിന് മുൻപും ഒരു ഈശ്വര വിചാരം, ഈശ്വര സ്മരണ. തിരക്ക് കഴിഞ്ഞിട്ടും ഒരു ഈശ്വര സ്മരണ. ഇടയ്ക്കിടയ്ക്ക് സത്സംഗങ്ങളൊക്കെ ഒന്ന് നടത്തുക, കേൾക്കുക, രാമായണം വായിക്കുക, ഭഗവത്ഗീത പഠിക്കുക, ഉപനിഷത്തുകൾ കേൾക്കുക, ഗ്രഹിക്കുക, ആലോചിക്കുക. എന്തിനാപ്പാ നിങ്ങൾ 24 മണിക്കൂർ ഇങ്ങനെ ആലോചിച്ചിരിക്കുക? പ്രത്യേകിച്ചും സ്ത്രീകൾ. ഇന്നലെ വച്ച തന്നെയാണ് ഇന്നും വയ്ക്കണത്. അതിങ്ങനെ വലിയ ആലോചനയൊന്നും ഇല്ലാതെ ശ്രദ്ധ കൊണ്ട് മാത്രം നടത്താവുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഓരോ ശ്ലോകം എഴുതി വയ്ക്കുന്നപ്പോൾ അവിടെ എവിടെയും കണ്ട് പഠിക്കട്ടെ. അഡ്വർടൈസ്മെൻറ്റിന് എന്താ ഇഫക്റ്റ്? ദിനപത്രങ്ങളുടെ ഫ്രണ്ട് പേജ് അവർ ഏറ്റെടുത്തു. ഫ്രണ്ട് പേജ് നോക്കൂ. നിങ്ങളൊരു നോട്ടീസ് അവിടെ വീട്ടിൽ വെച്ചാൽ അതും കണ്ട് നിങ്ങൾ പഠിക്കില്ലേ? എല്ലാ ദിക്കിലും വയ്ക്കും. ഉമ്മറത്തും വയ്ക്കൂ, അടുക്കളയിലും വയ്ക്കൂ, കിടപ്പുമുറിയിലും വയ്ക്കൂ, ഇടനാഴിയിലും വയ്ക്കൂ. ഓരോ ബോർഡങ്ങോട്ട് പൂശിയാൽ നമുക്ക്. ബോംബെയിൽ ഞാൻ പോയി താമസിക്കുന്ന സ്ഥലത്തെ ഒരു കുട്ടി, ആ കുട്ടി എത്ര ഭംഗിയായിട്ടാണ് പല ശ്ലോകങ്ങൾ എഴുതി മുറികളിലും ആ ഹാളിലൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ചെയ്തുകൂടെ? നാഭിനന്ദേ ധ്രുവം മൃത്യും അധ്രുവം വാഭിജീവിതം കാലം പരം പ്രതീക്ഷേത ഭൂതാനാം പ്രഭവാപ്യയം. കല്യാണം കഴിച്ചു, മാസക്കുളി തെറ്റിയെന്നൊരു സംശയമുണ്ട്. ഒന്ന് പരിശോധിക്കാൻ പോയപ്പോൾ പറയാണ്, ഗർഭമായിട്ടുണ്ട്. എത്ര ദിവസമാണ്? ഇത്ര ദിവസമെന്നാണ് പറയണേ, അല്ലെൻ്റെ ഇത്ര ഇഞ്ചെന്നൊന്നുമല്ല പറയണേ. ഗർഭത്തിൻ്റെ അവധിയാണ് പറയുന്നത്. കാലം എന്നാണ് പ്രസവിക്കുക. ഇത്ര ദിവസം, ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഇന്ന ദിവസം പ്രതീക്ഷിക്കാമെന്ന് ഡോക്ടർമാർ പറയുന്നത്. ഈ ലോകത്തിൽ നടക്കുന്നത് മുഴുവനും കാലതന്ത്രിതമാണ്. കാലതന്ത്രിതം. ഒരു പണി തുടങ്ങി അതെപ്പോഴാണ് അവസാനിക്കുക? അതിനെ നിശ്ചയിച്ച അവധിക്ക് മുൻപോ അതോ പിൻപോ? ചെലവ് കൂടുകയോ കുറയോ? ഇതൊക്കെ കാലത്തിൻ്റെ പ്രയാണത്തിലാണ്. അപ്പോൾ പരമമായ കാലം അതാണ് സൃഷ്ടിയുടെ പിന്നിൽ. സൃഷ്ടിയുടെ പിന്നിൽ എന്തൊക്കെയാ? ടൈം, സ്പേസ് ആൻഡ് കോസാലിറ്റി. ഇങ്ങനെ 3 എണ്ണമാണ് സൃഷ്ടിക്ക് പിന്നിലുള്ളത്. ടൈം, സ്പേസ് ആൻഡ് ഓബ്ജക്ട്സ്. ഇത് എപ്പോഴാണ് വന്നേ ചോദിച്ചാൽ ഒരൊറ്റ സമയത്താണ് വന്നിരിക്കുന്നത്. ഒരു വസ്തുക്കളും ഇല്ലാതെ ഇരുന്നപ്പോൾ ഇവിടെ ഒരു പരിണാമവും ഒരു പരിവർത്തനവും ഇല്ല. അപ്പോൾ കാലവും ഇല്ല. കാലം തുടങ്ങിയത് എപ്പോഴാണ്? വസ്തുക്കളും പരിണാമവും ഉണ്ടാവുമ്പോഴാണ് കാലത്തിൻ്റെ തുടക്കം. ഭൂമി ഉണ്ടായപ്പോൾ ഇത്രയായി. ഒരു കുട്ടി ജനിച്ചപ്പോൾ ഇന്ന ദിവസം. ടൈം ഈസ് ദ ആക്ച്വൽ ഫാക്ട് which is responsible for the emergence of objects and also for the perpetual changes in them. അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ പറയണം, മനസ്സിലാക്കണം. കാലം പരം പ്രതീക്ഷേത ഭൂതാനാം പ്രഭവാപ്യയം. ഭൂതങ്ങളുടെ പ്രഭവം, ഉത്പത്തിയും അപ്യയം, നാശം, ഇതൊക്കെ കാലത്തിൽ നടക്കുന്നതാണ്. കാലത്തിൽ നടക്കുന്നതാണ്. ഒരു ദിവസം എനിക്ക് സമയമുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തൂ, ഞാൻ പറയാം. നരസിംഹം പ്രത്യേകമായി ആ കൊച്ചു കുട്ടിക്ക് വേണ്ടി, പ്രഹ്ലാദിന് വേണ്ടി അങ്ങോട്ട് പ്രത്യേകം കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു രൂപം പുറപ്പെട്ടുല്ലോ. ബ്രഹ്മാവിൻ്റെ വരങ്ങളെ മുഴുവനും കവച്ചു വെച്ചുകൊണ്ട് ഒരു വിശേഷപ്പെട്ട ഒരു സൃഷ്ടി. ന മൃഗം ന മാനുഷം, മൃഗവുമല്ല മനുഷ്യനുമല്ല, അതൊരു സൃഷ്ടി. അത് കഴിഞ്ഞ് സിംഹാസനത്തിൽ ചെന്ന് ഇരുന്നതിന് ശേഷം പ്രഹ്ലാദൻ നമസ്കരിച്ചു. ലക്ഷ്മി പോവാൻ കൂട്ടാക്കിയില്ല. അയ്യോ, ഈ ഉഗ്രമൂർത്തിയുടെ അടുത്ത് എനിക്ക് പോകാൻ പറ്റില്ല. നല്ല സ്വഭാവവും നല്ല മുഖമുള്ളപ്പോൾ ഞാൻ എന്തും ചെന്ന് പറയാം, ഇത് ഞാൻ കണ്ടിട്ടില്ല, എന്നെ കൊണ്ടാവില്ല എന്ന്. ആര്? ലക്ഷ്മി പറയുന്നു. എന്ത് ഭാര്യമാരാണാവോ അവർ? ഭർത്താവിൻ്റെ അടുത്ത് പോകാൻ പേടിക്കണ ഭാര്യ. അങ്ങനെയുണ്ട് ഒരാൾ. പക്ഷേ ലക്ഷ്മി പറഞ്ഞത് അതാ.
അപ്പം പിന്നെ എന്താ വേണ്ടേ? ആർക്ക് വേണ്ടി ഈ രൂപമുണ്ടായോ? ആ കൊച്ചുകുട്ടനെ പറഞ്ഞയക്കുക. പ്രഹ്ലാദ വിളിക്കുമ്പോഴേക്കും പോയി, മുമ്പിലേക്ക് അങ്ങോട്ട് നടന്നു പോയിട്ടൊരൊറ്റ നമസ്കാരം. ആരുടെ മുൻപിലും ചെന്ന് ഒരു നമസ്കാരം നമസ്കരിച്ച ആ ആൾ അബദ്ധത്തിൽ ഒന്നും തുറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആ ആളെ ഒന്ന് ചവിട്ടാനോ മാറ്റാനോ ഒക്കെ പറ്റുമോ? സാധിക്കില്ലല്ലോ. അവിടെ ചെന്നുകൊണ്ട് നമസ്കരിച്ചപ്പോൾ തല കയ്യിൽ വെച്ച് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹവും പ്രഹ്ലാദൻ്റെ ദർശനവും ഒക്കെ കഴിഞ്ഞപ്പോൾ പാവം തണുത്തു. അതൊക്കെ പോയി തണുത്തു. എന്നിട്ട് പ്രഹ്ലാദൻ്റെ സ്തുതിയാണ്. അതൊക്കെ കഴിഞ്ഞ് അവസാനം ചോദിക്കുമ്പോൾ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹവാക്കുണ്ടപ്പാ. നിങ്ങൾ പലരും ഭാഗവതം വായിച്ചിട്ടുണ്ടാവും. ഒറ്റ ആളുടെ കണ്ണിലും മനസ്സിലും ഇത് പെടില്ല. ഭോഗേന പുണ്യം കുശലേന പാപം കലേവരം കാലജവേന ഹിത്വാ കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം വിദായ മാമേഷ്യസി മുക്തബന്ധ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. ഈ ശരീരത്തെ കാലത്തിൻ്റെ പ്രയാണത്തിൽ വിട്ടുകളയൂന്ന്. കാലമിങ്ങനെ തിരിയുന്നതോടുകൂടി നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും ടപ്പ് നടക്കുകയാണെങ്കിൽ വീഴും, കിടക്കുകയാണെങ്കിൽ ശ്വാസം പോവും, നിൽക്കും. അത് ക്ഷണിച്ചു വരുത്തണ്ട. ജീവിതവും നിങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട. പ്രകൃതിയാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിൽ. നമുക്കൊരു ഹൃദയമുണ്ട്, അത് എത്ര കാലം അടിക്കും, അതിൻ്റെ ആരോഗ്യം എവിടം വരെ നിൽക്കും, അതിനൊരു അവധിയുണ്ട്. അധികം ജീവിക്കാതെ മരിച്ചു പോകുന്ന കുടുംബാംഗങ്ങളുണ്ട്, കുറേ കാലം ജീവിച്ച കുടുംബാംഗങ്ങളുമുണ്ട്. അത് പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങളൊന്നും ചെയ്യണ്ടെന്ന്. ഉത്പത്തിക്കും ക്ഷയത്തിനും ഹേതുവായ കാലത്തെ മാത്രം കണക്കാക്കിയാൽ മതി, വേറെ ഒന്നും കണക്കാക്കണ്ട. അഹോ ഭുവന കല്ലോലൈ വിചിത്രൈർദ്രാക്സമുദ്ധിതം മയ്യനന്തമഹാംബോധൗ ചിത്തവാദേ സമുദ്യതേ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഉവ്വോ. അഹോ ഭുവന കല്ലോലൈ അഹോ ഭുവനകല്ലോലൈഃ വിചിത്രൈർദ്രാക്സമുദ്ധിതം വിചിത്രൈർദ്രാക്സമുദ്ധിതം മയ്യനന്തമഹാംബോധൗ മയ്യനന്തമഹാംബോധൗ ചിത്തവാദേ സമുദ്യതേ. ചിത്തവാതേ സമുദ്യതേ. ഉപമയൊക്കെ ഉപയോഗിച്ച് അലങ്കാരമായ ഭാഷയിൽ പറയുകയാണ്. അഹോ ഭുവന കല്ലോലൈ വിചിത്രൈ ദ്രാക്സമുദ്ധിതം. എവിടെ? മയി അനന്തമഹാംബോധൗ. ഇൻ മീ ദ ഇൻഫിനിറ്റ് ഓഷൻ. അനന്തമായിരിക്കുന്ന മഹാസമുദ്രമായ എന്നിൽ എന്താ ഉണ്ടാവുന്നത്? ചിത്തവാദേ സമുദ്യതേ. When the huge wind of the mind emerges, rises. ആ മനസ്സ് എന്ന് പറയുന്ന കാറ്റ് അങ്ങോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, അനങ്ങാൻ തുടങ്ങിയാൽ, അനന്തമഹാസമുദ്രമായിരിക്കുന്ന എന്നിൽ നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഒന്ന് ആലോചിക്കും. ഞാൻ ശരീരത്തെക്കുറിച്ചല്ല പറയുന്നത്. ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഉണർവിനെക്കുറിച്ച്, ബോധത്തിനെക്കുറിച്ചാണ് പറയുന്നത്. ശുദ്ധബോധം. ആ ശുദ്ധബോധത്തിൻ്റെ മാത്ര അളവ് എത്രയാ? അനന്തമഹാംബോധൗ. അതിർത്തിയില്ലാത്തതാണത്. ഈ അതിർത്തിയില്ലാത്ത ആകാശം എവിടുന്ന് ഉണ്ടായോ ആ സ്രോതസ്സിന്, ആ ഉത്പത്തി സ്ഥാനത്തിന് ഇതിനേക്കാൾ വലിയ അനന്തത ഉണ്ടാവണ്ടേ? ഇതവരും മിണ്ടാത്തേ? വേണ്ട. മയി അനന്തമഹാംബോധൗ ചിത്തവാദേ സമുദ്യതേ. കടലിലെ തിരകൾ എങ്ങനെയാണ് വരിക? കാറ്റടിക്കുമ്പോഴാണ്. ആ കാറ്റിന് എത്ര ശക്തി കൂടിയോ അത്രയും ശക്തി ആ തിരകൾക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. അതുപോലെ അനന്തമഹാസമുദ്രമായിരിക്കുന്ന എന്നിൽ മനസ്സ് എന്ന് പറയുന്ന കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ അഹോ ആശ്ചര്യമെന്ന് പറയട്ടെ. ഭുവനകല്ലോലൈഃ വിചിത്രൈഃ ദ്രാക്സമുദ്ധിതം. ലോകങ്ങൾ എന്ന് പറയുന്ന തിരമാലകൾ
അതിവിചിത്രമായിരിക്കുന്ന തിരമാലകൾ സമുദ്ധിതം പെട്ടെന്ന് ദ്രാക് എത്ര പെട്ടെന്ന് കഴിഞ്ഞു. എല്ലാം വിട്ട് എല്ലാം മറന്ന് നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് എപ്പോഴോ ഠപ്പ് അവിടുന്ന് അങ്ങോട്ട് വഴുതി വീണു. എന്നിട്ട് മനസ്സ് ആ സ്വപ്നം ഇങ്ങനെ രചിച്ചുണ്ടാക്കുകയാണ്. നമ്മുടെ ഫാക്ടറി പ്രോസസ്സിങ് മാതിരിയല്ല, കൺവെയർ ബെൽറ്റൊന്നും വേണ്ട അവിടെ. ആ മനസ്സ് എത്രമാത്രം രചിക്കും വസ്തുക്കളെ എന്ന് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്വപ്നാനുഭവം. നിങ്ങൾ ആ സ്വപ്നത്തിൽ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പോകും. എന്ത് നാണക്കേടാത്. സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വപ്ന. അതേ ഞാൻ കല്യാണം കഴിച്ചു, എവിടെ സ്വപ്നത്തിൽ ഭാര്യ അന്വേഷിച്ച് നടക്കുമോ? എണീറ്റിട്ട് എവിടെയാണ് ഭാര്യയാന്ന് നടക്കുമോ നിങ്ങൾ? സ്വപ്നത്തിന് സ്വപ്നമായിട്ട് കാണും. മനസ്സ് എത്ര വേഗം പരസഹായമില്ലാതെ ഈ കാണുന്ന ബ്രഹ്മാണ്ടത്തിലുള്ള വസ്തുക്കളെ മുഴുവനും സൃഷ്ടിക്കണു മനസ്സ്. ആ സൃഷ്ടി കൊണ്ട് ഗോപുരം സൃഷ്ടിക്കും. ആ ഗോപുരം കൊണ്ട് ശരീരം പൊട്ടിത്തകരില്ല, ശരീരത്തിന് ഒരു കോട്ടവും ഇല്ല, ഗോപുരം അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സ്പേസ് ഇല്ലാതെ സൃഷ്ടിക്കുന്നതാണ് ഈ മനസ്സ്. മനസ്സിന് നിൽക്കാൻ സ്പേസ് ഇല്ല, സൃഷ്ടിച്ച വസ്തുക്കൾക്കും ഇല്ല സ്പേസ്. അങ്ങനെ വിചിത്രമായിരിക്കുന്ന ഒരു രചനയാണ് ഈ സ്വപ്നം. അതാണ് ഇവിടെ പറയുന്നത്. ജാഗ്രത അവസ്ഥയിലും നിങ്ങൾ കണ്ട് സമ്പർക്കം നടത്തുന്നതായ ഈ ലോകവസ്തുക്കളും ലോകവിശേഷങ്ങളും ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ മനസ്സ് രചിക്കുന്നതാണ്. ചിത്തവാദം ഉയരുമ്പോൾ അനന്തമഹാസമുദ്രമായിരിക്കുന്ന എന്നിൽ ഭുവന കല്ലോലങ്ങളാൽ, അതിവിചിത്രമായ ഭുവന കല്ലോലങ്ങളാൽ ദാ എല്ലാം അങ്ങോട്ട് പെട്ടെന്ന് ഉയരുന്നു. നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ കേൾക്കാൻ ഒരു രസം തോന്നുന്നുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നുകയാണ് ഞാനിത് ഭഗവാനെ വിവരിക്കുകയല്ല. അവിടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ കോൺഷ്യസ്നെസ്, ഉണർവുണ്ടല്ലോ, ആ ഉണർവിനെയാണ് വിവരിച്ച് തരുന്നത്. അപ്പോൾ അത് കേൾക്കാൻ നിങ്ങൾക്ക് രസമുണ്ടോയെന്നാണ് എനിക്ക് ചോദിക്കണേ. ഞാൻ എന്നും ചോദിക്കണ ചോദ്യം അത്. ചില സ്ഥലത്തൊക്കെ കസേര കാലിയായിട്ട് കാണുന്നുണ്ട്. അഹോ ഭുവനകല്ലോലൈഃ വിചിത്രൈർദ്രാക്സമുദ്ധിതം മയ്യനന്തമഹാംബോധൗ ചിത്തവാദേ സമുദ്യതേ. രാമകൃഷ്ണ പരമഹംസർ ഉള്ള കാലത്ത് ഏറ്റവും പ്രിയ ശിഷ്യനാണ് വിവേകാനന്ദൻ, നരേന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, അഷ്ടാവക്ര സംഹിത ഒന്ന് എടുത്ത് വായിക്കുമെന്ന്. വിവേകാനന്ദൻ ഒരു 2-3 ശ്ലോകം വായിച്ചത് താഴ്ത്തു വയ്ക്കും അത്രേ. ഏയ് ഞാനിത് വായിക്കില്ല. അദ്ദേഹം ഒരു ബ്രഹ്മസമാജിഷ്ടായിരുന്നു. നീ നിനക്ക് വേണ്ടി വായിക്കണ്ട അപ്പാ, എനിക്ക് വേണ്ടി വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അത്രേ വായിപ്പിച്ചത്. നിങ്ങളുടെ പേരും മേൽവിലാസവുമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, വേറെ ഒരാളുടെ അല്ല. ആ ഞാൻ അത് ആരെ സൂചിപ്പിക്കുന്നു? അതിൻ്റെ വലിപ്പം എത്രയുണ്ട്, മഹത്വം എത്രയുണ്ട്, ആഴമെത്രയുണ്ട്, വിസ്താരം എത്രയുണ്ട്, പ്രഭാവം, മികവ്, കഴിവ്, പൊട്ടൻഷ്യൽ. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്? വാട്ട് ഈസ് ദ ഇൻഫിനിറ്റ്യൂഡ് of what you refer to in yourself as I? I is a very small letter. It has got its limitation. But what it represents within our body is absolutely unlimited, infinitely wonderful or wonderfully infinite. അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അഹോ ഭുവനകല്ലോലൈഃ വിചിത്രൈർദ്രാക്സമുദ്ധിതം മയ്യനന്തമഹാംബോധൗ ചിത്തവാദേ സമുദ്യതേ. മയ്യനന്തമഹാംബോധൗ ചിത്തവാദേ പ്രശാമ്യതി അഭാഗ്യാജീവമണിജോ ജഗത്പോതോ വിനശ്വരഃ. മയ്യനന്തമഹാംബോധൗ. മയ്യനന്തമഹാംബോധൗ. അടുത്ത ശ്ലോകം. ചിത്തവാദേ പ്രശാമ്യതി. ചിത്തവാദേ പ്രശാമ്യതി. അഭാഗ്യാജീവവണിജോ. അഭാഗ്യാജീവവണിജോ. ജഗത്പോതോ വിനശ്വരഃ. ജഗത്പോതോ വിനശ്വരഃ. നമ്മൾ സഹസ്രനാമം ചൊല്ലാറില്ലേ? അതേമാതിരി അഷ്ടാവക്രനാമവും ചൊല്ലുക. സഹസ്രനാമം വിഷ്ണുസ്തുതിയാണ്, ഇതോ ആത്മവിവരണമാണ്.
ഒന്ന് വായിക്കണപ്പ. നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം ശ്രീത്വം കൈക്കൊള്ളട്ടെ, അഭിവൃദ്ധി ഉണ്ടാവട്ടെ. എപ്പോഴും ഈ പരദൂഷണവും അവരുടെ കാര്യവും ടെലിഫോണിലും. നമുക്ക് നമ്മുടെ ഉൾമഹിമയെ പറ്റി ഒന്ന് ചിന്തിക്കുക, അതിന് കുറച്ച് സമയം ചെലവ് ചെയ്യുമപ്പാ. ഈ പോഴൽ ആഴലും ഒക്കെ ഒന്ന് പോട്ടെ. അല്ലലും അലട്ടുമില്ലാത്തൊരു ജീവിതം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സ് പണിതിട്ടുള്ള ദുരിതമേ ഉള്ളൂ, വേറെ ഒരു ദുരിതവും ഇല്ല. മനസ്സൃഷ്ടമാണ് സർവ്വദുരിതവും. മയ്യ അനന്തമഹാംബോധവും, അനന്തമഹാസമുദ്രമായിരിക്കുന്ന എന്നിൽ ചിത്തവാദേ പ്രശാമ്യതി. ഈ മനസ്സ് എന്ന് പറയുന്ന കാറ്റ്, ചിലപ്പോൾ കൊടുങ്കാറ്റ്, പ്രശാമ്യതി, അത് ഉപശമിച്ചു എന്നിരിക്കട്ടെ. അഭാഗ്യാത് ജീവവണിജോ ജഗത്പോതോ വിനശ്വരഃ. ജീവൻ ജീവൻ എന്ന് പറയുന്ന കച്ചവടക്കാരൻ്റെ, ജഗത്ത് എന്ന് പറയുന്ന തോണി നശിച്ചു പോകുന്നു. അലങ്കാര ഭാഷയിൽ പറയുകയാണ്, തന്നെ ഒരു മഹാസമുദ്രമായി, അനന്തമഹാസമുദ്രമായി പരിഗണിക്കൂ. ആ സമുദ്രത്തിലാണ് മനഃക്കാറ്റിങ്ങനെ വീശുന്നത്. ആ വീശുമ്പോഴാണ് ലോകരചന, ലോകസമ്പർക്കം, ലോകാനുഭവം എല്ലാം. നമ്മുടെ മനസ്സ് 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 നിർമ്മിക്കുന്നതാണ്. മനസ്സിലാണ് വിചാരം, മനസ്സിലാണ് രാഗം, ദ്വേഷം, ഭയം, ക്രോധം എല്ലാം മനസ്സിലാണ്. ആ മനസ്സ് ഉപശമിച്ചു കഴിഞ്ഞാൽ അഭാഗ്യാജീവവണിജോ ജഗത്പോതോ വിനശ്വരഃ. ഒരു ഭാഗ്യഹീനതയാൽ ജീവൻ എന്ന് പറയുന്ന വണിക്ക്, കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ്റെ ജഗത്തോണി. സാധാരണ കച്ചവടക്കാരന് ഒരു ചെറിയ തോണി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വലിയ തോണി ഉണ്ടാവും. ഇവിടെ ജഗത്ത് മുഴുവനും തോണിയാണ്. ജീവനെ ഒരു കച്ചവടക്കാരനായി കണക്കാക്കിയാൽ ആ ജീവൻ്റെ ഉള്ളിലുള്ള അനന്ത മഹാസമുദ്രത്തിൽ ജഗത്ത് എന്ന് പറയുന്ന തോണി പുഷ് പോയി. മനസ്സ് ഉപശമിച്ചാൽ പകൽ മുഴുവൻ കണ്ട് സമ്പർക്കം നടത്തിപ്പോകുന്ന ആ വസ്തുക്കളും വ്യക്തികളും എല്ലാം തന്നെ സംഭവങ്ങളും കിടന്നുറങ്ങുമ്പോൾ പോയോ ഇല്ലേ? പോയോ ഇല്ലേ? എവിടെ പോയി? എങ്ങനെ പോയി? കുറേ കാലമായി കാത്തുനോറ്റിരുന്നതിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി. അപ്പോൾ ആ അമ്മയുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷം കാണും. ആ കുഞ്ഞിനെ കുറേ വശം അവസാനം പാലൊക്കെ കൊടുത്ത് ആ കുഞ്ഞൊന്ന് കളിച്ചു. അത് കഴിഞ്ഞ് ഉറങ്ങി. ഉറങ്ങിയപ്പോൾ മടിയിൽ നിന്ന് പതുക്കെ എടുത്ത് ആ കുട്ടിയെ അതിനുള്ള കിടക്കയിൽ കിടത്തി കഴിഞ്ഞ് തനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളതാണ് അവളേക്കും തൻ്റെ കണ്ണും മൂടിപ്പോയി. താനും കിടന്നു അവിടെ. എന്താ ഉണ്ടായപ്പോൾ? തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദർശനവും സ്പർശനവുമാണ് കുഞ്ഞിൻ്റേത്. അത് ഒരു കൂസലുമില്ലാതെ എടുത്ത് അവിടെ കിടത്തി താനും കിടന്നു. താനുമില്ല, കുഞ്ഞുമില്ല. പറയുന്നങ്ങളെ ഉണ്ടോ ഇല്ലയെന്ന്? ഇല്ല. പരമാനന്ദമായിരിക്കുന്ന കുഞ്ഞു ദർശനം വിട്ട് മനസ്സ് വേറെ ഒരവസ്ഥയ്ക്ക് പോകണമെങ്കിൽ ആ അവസ്ഥ ഇതിലും വിശേഷപ്പെട്ടതാവണ്ടേ? ഒന്ന് ഉറപ്പിച്ച് പറയുന്നപ്പ. എന്തിനാ ഞാനിത് പറയണേ? നിങ്ങളെക്കൊണ്ട് വിചാരം ചെയ്യിക്കാൻ. വേദാന്തം വളരെയധികം യുക്തിസഹമാണ്. അതിൻ്റെ ചോദ്യത്തിൻ്റെ മുൻപിൽ നിങ്ങൾ കുനിയാനേ പറ്റുള്ളൂ. അപ്പം ഈ ജഗത്ത് എന്ന് പറയുന്ന ആ തോണി തന്നെ ഇല്ലാതെയായിപ്പോയി എന്നാ പറയണേ. ഇവിടെ ജീവനെ ഒരു വ്യാപാരിയായി, കച്ചവടക്കാരനായി ചിത്രീകരിച്ചു. ജീവൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കച്ചവടത്തിനുള്ള ചരക്ക്. ആ പ്രവൃത്തികളിൽ നിന്ന് ഗുണദോഷ രൂപത്തിൽ, പാപപുണ്യ രൂപത്തിൽ പലതരത്തിലുള്ള ഫലങ്ങളുണ്ടാവും. അതാണ് ലാഭവും നഷ്ടവും ഛേദവും ഒക്കെ. ഈ ലോകമാണ് അതിനുള്ള വ്യാപാരശാല, അങ്ങാടി, നമ്മുടെ വിപണി. അതിന് നോക്കുമ്പോൾ ഈ മനസ്സ് ഉപശമിച്ചാൽ കച്ചവടവും പോയി, ചരക്കും പോയി, ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. പുഷ്. ഇതാണ് നടക്കുന്നത്.
മനസ്സാണ് ഇവിടെ മാസ്റ്റർ, മനസ്സാണ് ഇവിടെ സ്രോതസ്. ആ മനസ്സിൽ നിന്ന് രചിക്കുന്നതാണ് ബാക്കിയെല്ലാം. അടുത്ത ശ്ലോകം, മയ്യനന്തമഹാംബോധൗ ആശ്ചര്യം ജീവബീജയ ഉദ്യന്തി ഘ്നന്തി ഖേലന്തി പ്രവിശന്തി സ്വഭാവതഃ. ഇവിടെ എഴുതിയിട്ടുള്ളത് മയ്യനന്തമഹാംബോധൗ മയ്യനന്തമഹാംബോധൗ ആശ്ചര്യം ജീവബീജയഃ ആശ്ചര്യം ജീവബീജയഃ ഉദ്യന്തി ഘ്നന്തി ഖേലന്തി ഉദ്യന്തി ഘ്നന്തി ഖേലന്തി പ്രവിശന്തി സ്വഭാവതഃ പ്രവിശന്തി സ്വഭാവതഃ. എൻ്റെ ശരീരമുണ്ടായത് എങ്ങനെ എന്ന് എനിക്കറിയില്ല, അത് വളർന്നതും എങ്ങനെയെന്നറിയില്ല, കുറേ കഴിഞ്ഞാൽ ഈ വളർച്ച നിൽക്കുന്നതും എങ്ങനെയാണെന്ന് അറിയില്ല. ദ ഗ്രോത്ത് ഇറ്റ് സെൽഫ് ഈസ് എ സെൽഫ് അറസ്റ്റിംഗ് കണ്ടീഷൻ. തന്നെത്താനെ നിർത്തുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് തന്നെ. അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെ എന്താ ഉണ്ടാവണത്? ജീവബീജയ ആശ്ചര്യം മൈ അനന്തമഹാംബോധൗ. ഈ ജീവൻ അതിൻ്റെ തരംഗങ്ങളുണ്ടല്ലോ, ആ തരംഗങ്ങൾ ഉദ്യന്തി ഉയരുന്നു, ഘ്നന്തി ചെന്ന് അടിക്കണു. ചില സമുദ്രത്തിൻ്റെ തീരത്തിൻ്റെ അടുത്ത് ചില പാറകളൊക്കെ കാണാം. ആ പാറകളിൽ വന്ന് ആ തിര അടിക്കണ കാണാം. അടിച്ചു കഴിഞ്ഞ് തിരിച്ചു വീഴുന്നതും ഒരടിയാണ്. പാറയെ അടിക്കുമ്പോൾ ഒരടിയായി, തിരിച്ചു വരുമ്പോൾ വേറൊരടിയായി. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത് എന്താ? മോളിൽ നിന്ന് ടപ്പെന്ന് താഴത്തേക്ക് വീഴുക. ആ താഴത്തേക്ക് വീഴുന്ന സമയത്ത് ഞാൻ കാനഡ ഭാഗത്തിൽ നിന്ന് നയാഗ്ര ഫോൾ ആദ്യം പോയപ്പോൾ കാണുകയുണ്ടായി 1973. എന്താ അവിടെ ഇങ്ങനെ പറക്കണത്? അതിൻ്റെ ഇടയിൽ ജനങ്ങൾ പോയി കാണുന്നുമുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുമുണ്ട്. അതാണ് അമേരിക്കയിലുള്ളൊരു വിശേഷം. എല്ലാവർക്കും എന്തും കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെയാണെങ്കിലോ ഒക്കെ നിഷേധിക്കും. മനുഷ്യരുടെ സ്വാതന്ത്ര്യം അവരുടെ പണം കൊണ്ടാണ് സർക്കാർ നടക്കുന്നത്. ഇറ്റ് ഈസ് ടാക്സ് മണി ദറ്റ് ദേ ആർ ഡീലിംഗ് വിത്ത്. ഓൾ ദ ഫെസിലിറ്റീസ് ആർ ക്രിയേറ്റഡ് ബൈ ദ ടാക്സ് ഇൻകം. എവറിഥിങ് ബിലോങ്സ് ടു ദ പീപ്പിൾ. സർവസ്വത്തും ഇവിടെ ജനങ്ങളുടെയാണ്, സർക്കാരിൻ്റെ അല്ല. അത് ഭരിക്കാൻ മാത്രമാണവർ. ജനങ്ങളുടെ സൗകര്യത്തിന് പരമാവധി മുൻതൂക്കം കൊടുക്കണം. അപ്പോൾ അവിടെ പോയി നിന്നു, അങ്ങനെ വീഴാണ്. എത്ര ഉയരത്തിൽ നിന്നാണ് വീഴുന്നത്? ആ വീഴുമ്പോൾ എന്തായിരിക്കും ശബ്ദം, എത്ര അടിക്കും? അതൊക്കെ കഴിഞ്ഞാലും ആ ഒഴുകി വന്ന വെള്ളം ഒരു പാത്രത്തിലെടുക്കൂ, ഇതെല്ലാം വീണ് അപ്പുറത്ത് ചെന്ന് ഒരു പാത്രം എടുക്കൂ. ഈ രണ്ട് വെള്ളത്തിനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? പിന്നെ എന്താ പേടിക്കണേ? വെള്ളത്തിലടിച്ചാൽ ഇപ്പം എന്താ? നമ്മുടെ മനസ്സിൽ നിന്നൊരു വിചാരം നിർഗളിച്ചു. ആ വിചാരം കഠിനമായി തോന്നി. കഠിനമായി തോന്നായാലും ആ വിചാരം മനസ്സിൻ്റെ ആണല്ലോ, മനസ്സ് രചിച്ചതാണല്ലോ. അത് മനസ്സിനെ പൊള്ളിക്കോ? ഒന്ന് പറയണപ്പാ. മനസ്സിന് ഭാരം തോന്നുമോ? പിന്നെ എന്തിനാ നിങ്ങൾ തോന്നുന്നത്? അറിവില്ലായ്മ, ആലോചിക്കായ്മ. എൻ്റെ മനസ്സല്ലേ ഈ വിചാരം രചിച്ചത്. അതെ, ആ വിചാരം എത്ര കഠിനമായാലും അതുകൊണ്ട് മുറിവേൽക്കോ എൻ്റെ മനസ്സിന്? ഇല്ലല്ലോ, ഇല്ലല്ലോ, ഇല്ലല്ലോ. നിർബാധിതമാണ് എന്ന് വിചാരിച്ച് മനസ്സിനെ തുറന്നു വിടൂ, തുറന്നു വിടൂ. അതാണ് നിർബാധിതത്വം. എന്ത് സംഭവങ്ങളും നമ്മൾക്ക് ശരീരത്തിന് പോറലേൽക്കാം, നമ്മുടെ മനസ്സിന് കറയോ കുറയോ പിടിപ്പിക്കില്ല. മനസ്സ് ചേതനാത്മകമാണ്, ചേതനാത്മകമാണ്. ദ്രവ്യമല്ല, ഊർജമല്ല, ദ്രവ്യമല്ല, ഊർജമല്ല, ചേതനാത്മകം, ചേതനാത്മകം. അതിലൊരു പോറലോ ഒരു കറയോ ഒരു കുറയോ ഒന്നും ഏൽപ്പിക്കാൻ ലോകത്തിൽ ഒന്നുമില്ല, ഒന്നുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഉദ്യന്തി ഘ്നന്തി ഖേലന്തി. അതിനെ ഒരു വിഹാരമായി, ഒരു പന്ത് കളിയായി, ഒരു ക്രിക്കറ്റ് കളിയായി നിങ്ങൾ കണ്ടാൽ മതി. ഇതിലുള്ള വരവ് വരവല്ല, ഇതിലുള്ള പോക്ക് പോക്കല്ല, ഇതിലുള്ള പണക്കാരൻ പണക്കാരനല്ല, ഇതിലുള്ള പിച്ചക്കാരൻ പിച്ചക്കാരനുമല്ല. ഈ അറിവ് വന്നവൻ പണം തേടില്ല, പിച്ചയെ പേടിക്കൂല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ?
ഞങ്ങളൊക്കെ പിച്ചക്കാരാ. നമ്പർ വൺ. ആരെങ്കിലും ചെയ്യോ? ഉദ്യോഗവും കാര്യങ്ങളും ഒക്കെ വിട്ട് തെരുവിലങ്ങോട്ട് നിൽക്കുക. എന്തൊരു സന്തോഷമായിരുന്നു തെരുവിൽ നിന്നപ്പോൾ. അങ്ങനെ നിന്നതുകൊണ്ട് സംഭവിച്ചത് എന്താ? എനിക്ക് എൻ്റേതായ ഒരു വരവുമില്ല. എങ്ങനെ ഭക്ഷണം കഴിക്കും? ഒറ്റ ആളോട് ഞാൻ ചോദിച്ചില്ല. എങ്ങനെ ഭക്ഷണം കഴിക്കും? എങ്ങനെ നിലനിൽക്കും? ആ ചോദ്യം മനുഷ്യരോട് ചോദിക്കേണ്ടതല്ല. അത് മലമ്പാമ്പിന് ഭക്ഷണം കൊടുക്കുന്ന ശക്തിവൈഭവത്തിനോടാണ് ഉണ്ടെങ്കിൽ തന്നെ ആ ചോദ്യം. അവധൂതൻ, എല്ലാറ്റിനെയും വലിച്ചെറിഞ്ഞു പോകുന്നവൻ. ഹൗ വിൽ ഹി ബി ഫെഡ്? He does not ask people. He does not expect anybody. The question is before the Creator, if at all, who has been feeding and preserving this Python community which cannot search for and catch its food. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലാക്കുന്നുണ്ടോ കൂട്ടരെ? അതാണ് നമ്മുടെ നാട്ടിലൊരു അവധൂത വൃത്തി എന്നൊരു വൃത്തിയുണ്ട്. എല്ലാം വലിച്ചെറിഞ്ഞവനാ. ആ ആളെ സംബന്ധിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ആചാരവുമില്ല, വിചാരവുമില്ല, പോക്കുമില്ല, വരവുമില്ല. ആ അവധൂത. ആദ്യം ജനങ്ങൾ മനസ്സിലാക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ പേടിക്കും, ബഹുമാനിക്കും, ആദരിക്കും. അതാണവിടെ. ഉദ്യന്തി ഘ്നന്തി ഖേലന്തി. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, മനസ്സേ നീ എന്ത് വേണമെങ്കിൽ രചിക്കപ്പാ, നീ നിന്നിൽ രചിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് ഒരു തരക്കേടുമില്ല. ഞാനെന്തിനു പരിഭ്രമിക്കണു? ഒരു ശവത്തിനെ കണ്ട മനസ്സ് നമ്മുടെ ശരീരത്തെ ശവമാക്കുമോ? നമ്മളില്ലാതെ സംശയമുണ്ടല്ലേ? ഒരു പിച്ചക്കാരനെ കണ്ട മനസ്സ് തന്നെ പിച്ചയാക്കുമോ? ഒരു പണക്കാരനെ കണ്ട മനസ്സ് തന്നെ ധനികനാക്കുമോ? മിണ്ടാണ്ടിരിക്കണപ്പാ. ആകാശവല്ലേപവിദൂരഗോഹം. ആകാശവത്, ആകാശത്തിനെ പോലെ. ലേപവിദൂരഗോഹം, ഒരു വിധത്തിലുള്ള ലേപവും എനിക്കില്ല. ലൈക്ക് ദ ഹ്യൂജ് സ്കൈ, ഐ ആം ടൈൻലെസ്, ഐ ആം ടൈൻലെസ്, ഐ ആം ഡെൻറ്റ്ലെസ്. ആകാശവത് ലേപവിദൂരഗോഹം ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം അംഭോധിവത് പാരവിവർജിതോഹം. ഒന്ന് പറയണപ്പാ. എന്നിട്ട് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ അംശം പോലും അവിടെ ഉണ്ടോ എന്ന് പറയൂ. രുചിച്ചങ്ങനെ പറയണം. ആകാശവല്ലേപവിദൂരഗോഹം ഒന്ന് പറയോ നിങ്ങളെ? എനിക്ക് കേൾപ്പിക്കോ? ആകാശവല്ലേപവിദൂരഗോഹം. 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 ആകാശവത് ലേപവിദൂരഗോഹം. ആകാശവത് ലേപവിദൂരഗോഹം. അംബോധിവത് പാരവിവർജിതോഹം. അംബോധിവത് പാരവിവർജിതോഹം. സമുദ്രത്തെ പോലെ സീമാതീതനാണ് ഞാൻ. എനിക്ക് കരയില്ല, അതിർത്തിയില്ല, മതിലില്ല. എന്നെ തടുക്കാനോ കെട്ടാനോ ചുരുക്കാനോ ഇവിടെ ആരുണ്ടപ്പാ? ഒരാളുമില്ല. എത്ര ആൾ ജനിച്ചു, എത്ര ആൾ വളർന്നു, എത്ര ആൾ മരിച്ചു ലോകത്തിൽ. അതിൻ്റെ പേരിൽ ജനനത്തിന് കുറവ് വന്നിട്ടുണ്ടോ? ഒന്ന് പറയൻ. ജീവനെ ജനിച്ച് ചെത്തതിന് വയ്യാൻ്റെയായി. അതുകൊണ്ട് ഇനി കുട്ടികളുണ്ടാവില്ല അവിടെ. അങ്ങനെയുണ്ടോ? അപ്പോൾ ജനിച്ച് മരിച്ചിട്ട് ആർക്കാ നഷ്ടം? ഭൂമിക്കാ. ആർക്കാ നഷ്ടപ്പാ? ഇനിയിപ്പോൾ ചാവാൻ്റെ ഇരുന്നാൽ നമുക്ക് സ്ഥലം ഉണ്ടാവുമോ ഇവിടെ നടക്കാൻ? ഇതേവരെ ജനിച്ചവരൊക്കെ ചാവാതെ ജീവിച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഇവിടെ? ഉറുമ്പിനരിക്കാനും പോലും സ്ഥലം ഉണ്ടാവില്ല. ജീവിച്ചിരിക്കുന്നവരുടെ സംഖ്യ വളരെ പരിമിതമാണ്. Those people who are living are very small in number, and the people who have died so far extremely infinite. എന്താ നമ്മൾ ഈ പേടിക്കുന്നത്? നമ്മുടെ നാടകം നമുക്ക് അഭിനയിക്കാമപ്പാ. ശങ്ക കൂടാതെ, ഭ്രമം കൂടാതെ, ഭയപ്പെടാതെ.
നമ്മളെ രക്ഷിക്കാൻ അജിതോപതിനോപസന്നാൻ, എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു ജഗത് പ്രഭാവമുണ്ട്, ജഗത് രക്ഷകനുണ്ട്. There is one to protect, preserve, support and sustain, one and all. He has never declared his inability to do so. I am too much busy, please don't come. My hands are full, no more. So you should not die, you should not become a destitute. I don't think God has ever said this. എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതിനെയാണ് ഇമ്മോർട്ടൽ ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഒരു കാലത്തും ഊനം തട്ടാത്ത നമ്മുടെ സാഹിത്യമാണത്, എഴുതി വെച്ച സാഹിത്യം. ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് ആരാ പറയുക? അവിടെ നമ്മുടെ രാമായണം ഇവിടെ രചിച്ചതല്ലേ, മഹാഭാരതം ഇവിടെ രചിച്ചതല്ലേ, അഷ്ടാവക്ര സംഹിത നമ്മുടെ പൂർവിജന്മാർ എഴുതിയതല്ലേ. അഷ്ടാവക്രൻ ആരോട് സംസാരിച്ചു? ജനക മഹാരാജാവോട്. ഏത് ജനകൻ? ജാനകിയുടെ അച്ഛൻ ജനകൻ, ശ്രീരാമൻ കല്യാണം കഴിച്ച ജനകൻ, ആ കല്യാണം കഴിച്ചവളുടെ അച്ഛൻ. അതെപ്പോഴാണ്? ത്രേതായുഗത്തിലാണ്. അപ്പം ഈ അഷ്ടാവക്ര സംഹിതയ്ക്ക് വയസ്സെത്രയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നപ്പാ കണക്കാക്കി. അന്ന് മുതൽക്ക് ഇന്നേ വരെ നമ്മുടെ മസ്തിഷ്കത്തിലും മാറിലും സ്ഥാനം പിടിച്ച് നമ്മുടെ കുട്ടികളെ നമുക്ക് നിലനിർത്താൻ സാധിച്ചില്ല. നമ്മുടെ പേരക്കുട്ടികളും ഒരു കാലത്ത് മരിച്ചു പോവും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെയും മസ്തിഷ്കത്തിൻ്റെയും മുതൽക്കൂട്ടായിട്ടുള്ള സാഹിത്യവും അറിവും ആ അനുഭവവും ഒരു കാലത്തും വിട്ടുപിരിയില്ല. നമ്മുടെ ഇന്ത്യയെ ജയിക്കാൻ പറ്റാത്തത് ഇതൊരൊറ്റ കാര്യം കൊണ്ടാണ്. വി ഹാവ് ഗോട്ട് ആൻ ഇൻവിൻസിബിൾ കൾച്ചർ. We have got a glorious treasure, a splendorous possession. What is it that you are saying? When I come and try to talk on subjects like these, I myself become different. The love for the country, the indebtedness for the culture, the humility that we have before our great teachers and great knowers, this is what sustains our country. ഒരു പെൺകുട്ടി നമുക്ക് വേണ്ടപ്പെട്ടവളാണ്. അവൾ എഴുതിയിരിക്കുകയാണ്, ഹരിദ്വാറിൽ അവിടെ ഇവിടെയും പോയി, സ്വാമിജി എത്ര പേര് വന്ന് കുളിക്കണു, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും. ഒരു തരത്തിലുള്ള കശപിശ അവിടെ ഇല്ല. ഇതെന്താ നമ്മുടെ പേപ്പർ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുക. ബാക്കി അവിടെ പിടിച്ചു ഇവിടെ പിടിച്ച് അവിടെ വന്നിച്ച് നമ്മുടെ പേപ്പറിൽ ഇതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു എത്ര ആൾക്കാരാണ് അവിടെ വന്ന് കാണുന്നത്? ആയിരങ്ങളാണ് ആരത്തി കാണാൻ. ഒരു കുഴപ്പമില്ല, ഗംഗയെ സ്തുതിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കണു. ഇതാണ് നമ്മുടെ ഭാരതം കൂട്ടരെ. ഒന്ന് മനസ്സിലാക്കി ഭാരതീയരായി ജീവിക്കൂ. നമ്മളെ കമ്പം കൊള്ളിക്കാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. ലോകമേ, നിനക്ക് എനിക്കൊരു പ്ലസ് തരാൻ പറ്റില്ല, എന്നിലൊരു മൈനസ് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ നിറഞ്ഞവൾ, നീ അപൂർണം. യജമാനനായി ജീവിക്കൂ, അധീശനായി ജീവിക്കൂ, അധിപനായി ജീവിക്കൂ. അല്ലാണ്ട് ഇവിടെ അടിമയായി വേലപ്പെണ്ണായി ജീവിക്കരുത്. അതിനുള്ള അറിവ് നമുക്കുണ്ട്, മസ്തിഷ്കം നമുക്കുണ്ട്, അതിനുള്ള ഹൃദയം നമുക്കുണ്ട്. അപ്പം ഞങ്ങളൊക്കെ സന്യാസിമാരായത് എന്തിനാ? ഉദ്യോഗവും വിട്ട് സ്വജനങ്ങളെയും വിട്ട് ഒന്നും വേണ്ട. പിന്നെ എന്തു വേണം? ഒരു മുണ്ട് ഉടുക്കണം, ഒരു മുണ്ട് മുകളിലും ഒരു കൗബീനവും. അങ്ങനെ വന്ന് പുറപ്പെട്ടില്ലേ? അന്നേ വരെ സമ്പാദ്യവും കൂട്ടമൊക്കെ ആയി വീട്ടിലേക്കൊക്കെ പണം അയച്ചു കൊണ്ടിരുന്ന ആൾ ഒരു ദിവസം ആലോചിച്ച് നോക്കൂ. എന്തിൻ്റെ വൈഭവം അത്? മനസ്സിൻ്റെ വൈഭവം. ഈ വക പുസ്തകങ്ങളുടെ വൈഭവം. ഇത് പുസ്തകമല്ല, ഇത് വലിയൊരു സമ്പത്താണ്. 1000 ടൺ സ്വർണം വച്ചാൽ ഇതിൻ്റെ വില കിട്ടില്ല. അത്ര വിശേഷപ്പെട്ടതാ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആവേശം, ഉത്സാഹം, അദമ്യത അതിര് കവിഞ്ഞതാണ്, നിസ്തുലമാണ്, ഇൻകംപെയറബിൾ. നമ്മുടെ രാജ്യത്തിൻ്റെ മഹിമ ഇതാ. ഒരാളെങ്കിലും ഇരിക്കണം.
അഴിമതി നിറഞ്ഞിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങൾ ആരും നിരാശപ്പെടരുത്. ബ്രിട്ടീഷുകാർ കട്ടുകൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ആ രാജ്യം നമുക്ക് കിട്ടിയപ്പോൾ എല്ലാവർക്കും തോന്നുന്നു നമുക്ക് ഇത്തിരി ആയിക്കളയാന്ന്. നമ്മളെ കട്ടൂന്ന് ആരും പറയില്ലല്ലോ. അവർ കട്ട് കൊണ്ടുപോയി, ഞങ്ങൾ കട്ടിട്ട് ഇവിടെയാണ് വയ്ക്കണത്. അപ്പോൾ എല്ലാവർക്കും കാണാം. കുറക്കാക്കട്ടെ, എത്ര കാലം നമുക്ക് കാണാമല്ലോ. കുറേ കഴിഞ്ഞിട്ട് ഒരു നല്ല ബ്രീഡൊക്കെ ഇവിടെ ഉണ്ടാവും. ചില ആസ്പത്രിയിൽ ഞാൻ അവിടെ ചെന്നു, ഒരു ഹോസ്പിറ്റലിൽ കോയമ്പത്തൂരിൽ, അവിടെ 800 ഡോക്ടർമാരോ മറ്റും ഉണ്ടത്രേ. അതിൽ കാര്യമായ ഒരു നമ്പർ ശമ്പളം വാങ്ങാതെ വെറുതെ ജോലി ചെയ്യുന്നവരാ. എന്തേ ഒരു ഭാഗത്ത് 400, 500, 1000, 3000. പിന്നെ ഒരു ഭാഗത്തോ ഞങ്ങൾക്ക് ഒന്നും വേണ്ട. രോഗികളെ കണ്ട് ചികിത്സിച്ച് അത് മാറ്റി കൊടുക്കുന്നതാണ് ഞങ്ങൾക്കുള്ള സന്തോഷം. അതാണ് ഞങ്ങൾക്കുള്ള അധ്വാനത്തിനുള്ള സമ്മാനം. പൈസ വേണ്ട എന്ന് പറയുന്നവർ അതുകൊണ്ടപ്പോൾ അവിടെ. എല്ലാവരും അങ്ങനെ ആവില്ല. പോണ്ട, കുറച്ച് പോരെ. സ്വർണ്ണം എത്രയുണ്ട് ലോകത്തിൽ? കുറവല്ലേ ഉള്ളൂ. നിർത്തുക, നമുക്ക് ഈ ശ്ലോകം പറഞ്ഞ് നിർത്താം. മൈ അനന്തമഹാംബോധൗ മയ്യനന്തമഹാംബോധൗ ആശ്ചര്യം ജീവവീചയഃ ആശ്ചര്യം ജീവവീചയഃ ഉദ്യന്തി ഘ്നന്തി ഖേലന്തി ഉദ്യന്തി ഘ്നന്തി ഖേലന്തി പ്രവിശന്തി സ്വഭാവതഃ പ്രവിശന്തി സ്വഭാവതഃ കർത്തവ്യമസ്തി ന മമേഹ ന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. നാളെ 3-ാം അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. 2-ാം അധ്യായം കഴിഞ്ഞു. ഇത്ര നേരം നമ്മൾ കേട്ടത് ആദ്യത്തെ അധ്യായത്തിൽ അഷ്ടാവക്രൻ്റെ ഉപദേശം കേട്ട്, മഹർഷിയുടെ ഉപദേശം കേട്ട് ജനകന് ഉള്ളനുഭവം ഉണ്ടായതിൻ്റെ ആ സന്തോഷാതിരേകം പ്രകടമാക്കുകയാണ്. അപ്പോൾ ആ പ്രകടമാക്കിയതിൽ തിരക്കടൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ സമാന്തരമായിട്ട് ആ ജിജ്ഞാസുവിൻ്റെ ഉൾവ്യക്തിത്വത്തിൽ മാറ്റം വരണം, ശുദ്ധി വരണം. അത് വന്നു കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചില പോയിൻസൊക്കെ എടുത്ത് വിമർശിച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതാണ് ഈ 3-ാമത്തെ അധ്യായം. അങ്ങനെ 3ഉം 4ഉം അധ്യായങ്ങളാണ് ഈ അഷ്ടാവക്ര സംഹിതയിൽ ഏറ്റവും വിശേഷപ്പെട്ടത് എന്നാണ് പറയുക. ആ അധ്യായങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാളെ മുഴുവനാക്കാൻ പറ്റുമോ എന്നറിയില്ല. എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി വരൂ. ഇന്ന് ഞാൻ ഈ പറഞ്ഞത് ഉദ്യന്തി ഘ്നന്തി ഖേലന്തി എന്ന് പറഞ്ഞ് പലതും പറയുണ്ടായി. അതൊക്കെ ആലോചിച്ച് അങ്ങനെ കിടന്നുറങ്ങും. എന്നിട്ട് പിറ്റേ ദിവസം എണീക്കുമ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയൂ. വളരെ സന്തോഷത്തോടു കൂടി രുചിയോടു കൂടി കേൾക്കാനുണ്ട്. ഹരിഹി ഹരിഹി ഹരിഹി. ദാ സമാപന ഓങ്കാരം. ഓ ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് സ്വകീയമാവട്ടെ, സ്വന്തമാവട്ടെ. ആ ഉള്ളാനന്ദത്തിൽ ഊളയിട്ട് ആറാടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹരി ഓം തത്സത്. ജയ ഗുരു.